ഒരു സഭ ആത്മീയമായിട്ട് ക്ഷീണിക്കുമ്പോഴാണ് ജഡം അങ്ങോട്ട് ഉയരുന്നത്, മത്സരം വരുന്നത്. സഹോദരനെ കൊച്ചായിക്കൊണ്ട് സഹോദരനേക്കാൾ ഞാൻ വലുത്, കൂട്ടു സഹോദരനേക്കാൾ ഞാൻ വലിയവനാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം വില കൊടുത്ത് ഇറങ്ങിയ എഫെസോ സഭയിൽ, കൊരിന്ത്യൻ സഭയിൽ നമുക്കറിഞ്ഞു. അയ്യോ, ആ ജാതികൾ കേട്ട അറയ്ക്കുന്ന പാപം വരെ ഇവിടെ ഉണ്ട്. അവനും തിരുവത്താഴമുണ്ട്, സഭയിലെ പ്രധാനിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവദാസന് ഒരു തീരുമാനം എടുക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇടയൻ മിണ്ടാതിരുന്ന് ഒത്തിരി ജഡീകർ ഇതിനകത്ത് കൂടുമ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറഞ്ഞ ആക്ഷനൊന്നും എടുക്കാൻ പറ്റത്തില്ല. എടുത്താൽ ഏക്കത്തുമില്ല, പുള്ളി പറഞ്ഞാൽ ആരും കേൾക്കത്തുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കായിത്തീരും. അതുകൊണ്ട് ഒരു സഭ നടത്തുന്നവർ ഇടയൻ മാത്രമല്ല, ഇത് ഇടയനോട് ചേർന്ന സഭയിലെ കൂട്ടുമൂപ്പന്മാരുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, തിമോത്തിയോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ, ഇത് പാസ്റ്ററൽ എപ്പിസൽസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ശുശ്രൂഷയ്ക്കുള്ളവരെ ഒരുക്കുന്ന ലേഖനം കൂടാണല്ലോ. 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്. അവിടെ ആദ്യത്തെ 5 വാക്യം ഇടയൻ അല്ലെ സഭ അധ്യക്ഷൻ, സ്തോത്രം, ഇംഗ്ലീഷിലെ പാസ്റ്റർ എന്ന് തന്നെയാണ്. ചില പഴയ ട്രാൻസ്ലേഷൻസിലെ ബിഷപ്പ്, വേറൊന്നുമല്ല, സഭ നടത്തുന്ന അധ്യക്ഷൻ. ഇങ്ങനെ ആയിരിക്കണം. ഏക ഭാര്യയുടെ ഭർത്താവ്, മദ്യപാനിയൊന്നും ആകാതെ, കലഹക്കാരനാകാതെ, മക്കളെ നന്നായിട്ട് നടത്തുന്നവൻ. അവൻ മക്കളെ നന്നായിട്ട് ഡിസിപ്ലിൻ ചെയ്തില്ലെങ്കിൽ എങ്ങനെ അവൻ സഭയെ ഡിസിപ്ലിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത അത്രയും വാക്യങ്ങൾ ആർക്കാണെന്നറിയാം? മൂപ്പന്മാരെ, ടു ദി എൽഡേഴ്സ്. നിങ്ങളും ഈ അധ്യക്ഷനോട് പറഞ്ഞ തന്നെ ഡിസിപ്ലിനിങ് അവർക്കും ഉണ്ട്. അപ്പോൾ ഇതൊരു കൂട്ട് ശുശ്രൂഷയാണ്, ടീമാണ്. സ്തോത്രം. അപ്പോൾ സഭയിലെ മൂപ്പന്മാരും പ്രായം കൊണ്ട് മാത്രമല്ല, ഈ ശുശ്രൂഷ ആരൊക്കെ ദൗത്യം തോളയിലെടുക്കുമ്പോൾ അവരൊക്കെ ഈ നിൽക്കുന്ന ഈ ബിൽഡിങ്ങിന് ബാക്കി ഹിഡൻ തൂണുകളുണ്ട് കേട്ടോ. അവിടെ 1, 2, 3, 4 4 എല്ലാം കൂടെ 10 തൂണുണ്ട്. ഇതിലൊരു തൂണിന് ഇടിവ് വന്നാൽ പിന്നെ എന്തായി തീരും? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും നമ്മുടെ മെട്രോ തൂണുകൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെയും ന്യൂസുകൾ കിടക്കും. തൂണ് ഒരെണ്ണം ഇടിഞ്ഞാൽ ആ ക്ഷീണം കൊണ്ട് ബാക്കിയുള്ള തൂണുകൾക്ക്, ഇത് ലോഡ് ഷെയറിംഗ് എന്നാണ് ഇതിന് പറയുന്നത്, അല്ലേ? ലോഡ് ഒന്നിച്ച് താങ്ങാൻ പറ്റാതെ എല്ലാം കൂടി വീഴും. അപ്പോൾ മൂപ്പന്മാർ, ഇടയൻ, ശുശ്രൂഷയിലുള്ളവരെല്ലാം ആ ദേശത്തെ സഭ എന്നുള്ളൊരു ദൗത്യം, ദേശത്തെ സഭ എങ്ങനെ നിൽക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വളരെ പരിജ്ഞാനത്തോടുകൂടി ഒരു സൗരഭ്യവാസനെ ഒരു മാതൃകയായിട്ട് ഞങ്ങളെ കാണുകയും ഞങ്ങളൊരു ആത്മീയ കുടുംബമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എഫെസോ സഭ ക്ഷീണിച്ച് പോയിട്ട് പിന്നെ ഇവിടെ പറയുന്ന പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങളിപ്പം വായിച്ചില്ലേ? അത് ഓരോന്നോരോന്ന് വായിച്ചപ്പോൾ തന്നെ എത്ര നമ്മളതിലേക്ക് വരുക. ഞാൻ വളരെ ശക്തമായിട്ട് നിന്നോട് ആജ്ഞാപിക്കുന്നു. എന്തുവാണ് ആജ്ഞാപിക്കുന്നത്? നീ അവിടെ തന്നെ താമസിക്കണം. എഫെസോസിൽ താമസിച്ച് നീ അവരെ എങ്ങനെ ആക്കണം? ഈ പറയുന്ന ക്വാളിറ്റീസൊക്കെ അവരിൽ വരണം. ഒരു നിർവ്യാജ സ്നേഹം വരണം. ആ സ്നേഹത്തിൽ കൂടെ ഉളവാകുന്നില്ലേ എന്തൊക്കെയാണ്? ഒരു നല്ല ഹൃദയം. അപ്പോൾ ഇതിനൊക്കെ ഉള്ള പ്രോബ്ലം, ഈ മത്സരം വരാൻ കാരണം എന്നാ? വേറൊരാളെ സഹായിക്കുവാൻ, വേറൊരാളെ ഉൾക്കൊള്ളുവാൻ, വേറൊരാളെ സ്നേഹിക്കുവാൻ പറ്റാത്തതിൻ്റെ കാരണം എൻ്റെ ഹൃദയം ആ ശുദ്ധതയിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പം നമുക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തോ? ഒരു സഭയ്ക്ക് വേണ്ട ക്വാളിറ്റീസ്. ഒരു സഭ എന്ന് പറയുമ്പോൾ ഇത്രയും ദൈവമക്കൾ, വിശുദ്ധിയോടുകൂടി ആരാധിക്കുന്ന ദൈവമക്കളുടെ ഒരു സംഗമമാണല്ലോ. സോ അപ്പോൾ ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടത് ഒരു ശുദ്ധ ഹൃദയം. നമുക്ക് ശോധന ചെയ്യാം. ഈ ശുദ്ധ ഹൃദയത്തിൽ നിന്ന് നമ്മളെ വിളച്ചിൽ കൊണ്ടിരുന്ന, മത്സരം കൊണ്ടിരുന്ന, നമ്മളെന്തോ ആന്നൊക്കെ ദൈവത്തോട് പോലും ഉള്ള ആ സ്നേഹവും ഒക്കെ മാറി ഈ ശുദ്ധ ഹൃദയം ഇല്ലാതായി പോകുന്ന ശുദ്ധ ഹൃദയം. രണ്ടാമത്, ഒരു നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ തോന്നത്തുള്ളൂ, ഇല്ലേ? ആ തെറ്റ് ചെയ്ത് ആദ്യ മനുഷ്യനായ ആദാമും ഹൗവയും പോലും തെറ്റ് ചെയ്തുകൊണ്ടേ അവർ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തു? ആ നല്ല പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭക്തരെല്ലാം നമുക്ക് കാണാം. ആ നല്ല മനസാക്ഷി പോയാൽ പിന്നെ എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകാൻ തോന്നും. ആത്മീയ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഈ ബൈബിളൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങ് അടച്ചങ്ങ് വെക്കും. ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്ന കാണാം അവരുടെ വിഷമത്തിൽ. ഇനി ഞാൻ വായിക്കുന്നുമില്ല, പ്രാർത്ഥിക്കുന്നുമില്ല, ദൈവം എന്നോട് എന്തുകൊണ്ടിങ്ങനെ? ഇത് ദൈവമല്ല കുഴപ്പം, ദൈവം നീതിമാനാണ്. ദൈവം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചാൽ അതിൻ്റെ പുറകിലൊരു വ്യക്തമായ എന്തുണ്ട്? കാരണമുണ്ട്.
ഒരു കൗൺസിലിംഗ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ്, അത് ഡോക്ടേഴ്സ് ആണെങ്കിലും ഒരു രോഗം ഡയഗ്നൈസ് ചെയ്യുമ്പോൾ അവർ അതിൻ്റെ എന്തുവാ, നമ്മൾ അതിൻ്റെ റൂട്ട് കോസ് എന്തുവാ. അപ്പോൾ ഈ കൗൺസിലർ ഇരുന്ന് 1, 2, 3 മണിക്കൂറൊക്കെ കേൾക്കണം എന്നാണ് പറയുന്നത്. അത് വലിയ പാടാണ്, ക്ഷമ വേണ്ട കാര്യം കേട്ടോ. അവരിരുന്ന് ഇങ്ങനെ അതിനകത്ത് കുറേ കള്ളത്തരമൊക്കെ അവർ വിളമ്പും, നമുക്കറിയാം. കുറേ പൊങ്ങച്ചത്തരം പറയും. ഇതെല്ലാം ആദ്യമായിട്ട് നമ്മളെ കാണുന്നതുകൊണ്ട് ഹൃദയം തുറക്കത്തില്ല, സത്യം മാത്രം പറയത്തില്ല. അവരുടെ അല്ല കുഴപ്പം എന്ന് തെളിയിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ, അതെല്ലാം ഒരു മാനസിക ഒരവസ്ഥയാണ്. ഒരു പുതിയൊരു സ്ട്രേഞ്ചറിൻ്റെ മുമ്പിൽ പോയിരിക്കുമ്പോൾ അവർ ഹൃദയം തുറക്കുമ്പോൾ അവരാരെങ്കിലുമൊക്കെ ഞാനിങ്ങനെ ആകാനുള്ള കാരണം ആരൊക്കെയോ ആണ്. ചിലർ അപ്പനെയും അമ്മയും പറയും, ചിലർ ഭാര്യയും ഭർത്താവിനെയും മക്കളെയും പറയും, ചിലർ ഞാൻ സാഹചര്യം പറയും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ബ്ലെയിം ചെയ്ത്, പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് അത് ബുദ്ധിയുടെ ആലോചനയിലാണ് ഒരു കൗൺസിലർ എന്ത് ചെയ്യും, ഇതിൻ്റെ എന്തുവാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വ്യക്തി നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കൂടെ അടി വാങ്ങിക്കുവാനുള്ളതിൻ്റെ കാരണം എന്തുവാണെന്നൊന്ന് അനലൈസ് ചെയ്താൽ അത് വേറൊരാൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് അവരോരൊന്ന് ദൈവസന്നിധിയിലൊന്ന് മുട്ടുമടക്കി ഇരുന്ന് കഴിഞ്ഞാൽ, കർത്താവെ പലപ്പോഴും അങ്ങയുടെ കരം എനിക്ക് വിരോധമായി തീരുവാൻ ഉള്ളതിൻ്റെ കാരണം എന്നാ കർത്താവ് വ്യക്തമാക്കും. ഒരാൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ബൈബിൾ പറയുന്നു, നിൻ്റെ കുറവുകളെ നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും, നിരത്തി വെക്കും. എന്തിനാണ് കർത്താവ് ചെയ്യുന്നത്? ഈ കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ കളിപ്പാട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ അവർക്കുള്ളതൊക്കെ നിരത്തി വെക്കുന്ന പോലെ കർത്താവ്, പിന്നെ എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാൻ പറ്റത്തില്ല. 1 സാംസാദിൻ്റെ കുറവ്, 1, 2, 3, 4 എൻ്റെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. എവിടെയൊക്കെ ഞാൻ മാറണമോ അല്ലെ നമ്മൾ ഓരോരുത്തരും മാറണമോ, കർത്താവ് നിരത്തി വെക്കുന്നതിന് കാരണം ആ വിഷയത്തിലൊക്കെ ക്രമീകരണം പ്രാപിക്കുവാനും ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി എടുക്കുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു. തിരിച്ച് യേശുവുമായിട്ടുള്ള ബന്ധം പഴയ പോലെ അടുക്കുവാൻ, ഇല്ലേ? റീകൺസൈൽ എന്നതിന് പറഞ്ഞ് യഥാസ്ഥാനപ്പെടുത്തുക. കർത്താവിൽ നിന്ന് അറിയാതെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ടൈപ്പ് റൈറ്റർ തിരിച്ച് വലിച്ച് ബിഗിനിങ് ഓഫ് ദ ലൈൻ, എൻഡ് ഓഫ് ദ ലൈനും ബിഗിനിങ് ഓഫ് ദ ലൈൻ ആദ്യം കൊണ്ടുവെക്കുന്ന പോലെ യേശുവിനോടുള്ള ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടിരുന്ന റീകൺസിലേഷൻ അല്ലെങ്കിൽ റീകൺസൈൽ, യഥാസ്ഥാനപ്പെടുത്തുക. സ്തോത്രം, ഹല്ലേലൂയ. അത് ദൈവം ഓരോ ആഴ്ചയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്, അല്ലേ? ചിലർ പറയും എൻ്റെ ജീവിതത്തിൽ അതൊന്നും നടക്കുന്നില്ലെന്ന്. ഐ എം വെരി സോറി, ഒത്തിരി മാറിപ്പോയി. ആ കണക്ഷനെ എന്ത് ചെയ്തു, വിട്ടുപോയി. ആരൊക്കെ ഇപ്പോഴും കണക്റ്റഡായിട്ട് നിൽക്കുന്നോ അവരുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ഈ പണി നടക്കുന്നു. കാരണം ഏത് സമയത്തും കാഹളമൂതുമ്പോൾ തള്ളിക്കളയല്ല കർത്താവ് നമ്മളെ എന്ത് ചെയ്യണം, ഹല്ലേലൂയ, നമ്മളെ എടുക്കണം, നമ്മളെ സ്വീകരിക്കണം. സ്തോത്രം. അവിടെ എഫെസോസ് സഭയോട് പറയുക, ഹല്ലേലൂയ, അല്ലെങ്കിൽ തിമോത്തിയോസിനോട് പറയുക, നീ എഫെസോസിൽ പാർത്ത. സ്തോത്രം. കാര്യം ഒരു സ്ഥലത്ത് ഒത്തിരി നാൾ ശുശ്രൂഷിക്കുമ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോകുവാൻ താൻ വളരെ തിമോത്തിയോസും ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ ആവശ്യമുണ്ട്. പൗലോസിന് ചെല്ലാൻ പറ്റാത്ത ഏരിയകളും ഇപ്പം ജയിലിൽ കിടക്കുക. ഇത് ജയിലിൽ എഴുതുന്ന അപ്പം ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ഓരോ സ്ഥലത്തിലേക്ക് വിടുവാൻ ആഗ്രഹിച്ചു. പക്ഷേ തിമോത്തിയോസ്, നീ അവിടെ താമസിച്ച്, എഫെസോസ് സഭയെ ഈ ക്വാളിറ്റീസ് ഇല്ലേ, ഒന്നുകൂടെ വായിച്ചേ. ആജ്ഞയുടെ ഉദ്ദേശം എന്തോ, നീ അവിടെ പാർത്ത് അവർക്കൊരു മാറ്റം ഉണ്ടാകുന്നവരെ നീ അവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ആജ്ഞയുടെ ഉദ്ദേശം എന്നാണെന്നറിയാം. എഫെസോസ് സഭ ഇതിലേക്ക് തിരിച്ചു വരണം. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തുവാ? പ്രൈസ്, കളങ്കമില്ലാത്ത അല്ലെങ്കിൽ അഗാപേ സ്നേഹം, നമ്മൾ പറയുന്ന ദൈവസ്നേഹം, ഇല്ലേ? ഹല്ലേലൂയ. നിർവ്യാജ വിശ്വാസം. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ച. ഇനി 6ാമത്തെ വാക്യം. ചിലരെന്ത് ചെയ്യും, വൃഥാവാചവടി, അവർക്ക് എന്തു ആകാൻ തീരണം, ധർമ്മ ഉപദേഷ്ടാക്കന്മാർ. അവർക്ക് ആരും എന്നെ പഠിപ്പിക്കണ്ട, എനിക്ക് തന്നെ അറിയാം. ആരോട് വായിച്ചേ? ഒത്തിരി പേര് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്നും തീത്തോസിൻ്റെ ലേഖനത്തിൽ നിന്നും നമ്മൾ എടുത്തു കഥകൾ, കെട്ടുകഥകളിലേക്ക് എന്ത് ചെയ്യും. ചിലർ വചനം ശുശ്രൂഷിക്കുമ്പോൾ സത്യത്തിൽ നിന്നും ആൾക്കാർക്ക് രൂപാന്തരം ഉണ്ടാക്കുന്നത് വലിയ പാടുള്ള കാര്യമാണ്, ശുശ്രൂഷിക്കാനും പാടുള്ള കാര്യമാണ്. ഏലിയാവ് പറയുന്നു, ഇതാദ്യം ഞാൻ ഈ വചനം കഴിച്ചപ്പോൾ എനിക്കത് കയ്പായിരുന്നു, എൻ്റെ വയറിനത് എന്തായിരുന്നു, കയ്പായിരുന്നു. പിന്നീടാണത് എന്ത് ചെയ്തത്, എൻ്റെ വായിക്കത് മധുരമായി. അപ്പം വചനം ശുശ്രൂഷിക്കാൻ നമ്മൾ ഇവിടെ, നിങ്ങൾ പ്രബോധനമൊക്കെ പറയുന്നവരല്ലേ, ഈ പ്രബോധനം ശരിക്കും പ്രാർത്ഥനയോടുകൂടി
സ്തോത്രം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ബുദ്ധിയുടെ ആലോചന നിന്ന് പ്രിപ്പയർ ചെയ്തത് അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടത് എഴുതി വെച്ച് പറയാൻ ഈ കയ്പൊന്നും അനുഭവിക്കേണ്ട വരത്തില്ല. പക്ഷേ ദൈവത്തിൽ നിന്ന് ശരിക്കും എൻ്റെ വിളി അനുസരിച്ചാണ് ഞാൻ സൂക്ഷിക്കുന്നത്. എൻ്റെ വിളി അനുസരിച്ചാണ് ദൈവം എന്നെ ഒരുക്കുന്നത്, എന്നിൽ കൂടി പലരെ ഒരുക്കുന്നത്. അപ്പം നമ്മുടെ വിളിയുടെ ആ ഡെപ്ത് അനുസരിച്ച്, ആഴമനുസരിച്ച് ദൈവം എന്നെ പരമേൽപ്പിക്കുന്ന വെളിപ്പാടുകൾ പ്രാപിക്കുവാൻ ഞാൻ എത്രത്തോളം രൂപാന്തരപ്പെടണം. ആദ്യം ദൈവം എന്നെ ഒന്ന് ഇടിച്ച് ഉടച്ചൊന്ന് പണിയും ഇല്ലേ? അത് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എന്തായി തീരും? കയ്പ. പിന്നീടാണത് ശുശ്രൂഷിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിലും കേൾക്കുന്നവർക്കും മധുരം. അപ്പം ഈ ശുശ്രൂഷിക്കുന്നവരാദ്യം അവർ ജീവിതത്തിൽ വില കൊടുക്കും ഇല്ലേ? വില കൊടുത്ത് അവരവിടെ മടുത്തു പോകാതെ ക്ഷീണിച്ച് ദൈവത്തിൽ നിന്ന് ധൈര്യം സംഭരിച്ചാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ശുശ്രൂഷിക്കുന്ന. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ഹല്ലേലൂയ എഴുതിയിരിക്കുന്നത്, യെസ്, നമ്മൾ വായിച്ചില്ലേ, ചിലരെന്ത് ചെയ്യും? സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, തീത്തോസിനും തിമോത്തിയോസിനും ചിലരെ സത്യത്തിൽ നിന്ന് മാറി കഥകൾ, കെട്ടുകഥകൾ, മാനുഷിക കൽപ്പനകൾ, ആ സഭയിൽ ഈ സഭയിലൊക്കെ ഇങ്ങനെ, അപ്പം അങ്ങനെ ഇങ്ങനെ. ഇപ്പോൾ ഒത്തിരി നമ്മുടെ ഈ പ്രേയർ ടവർ തൊട്ട് അങ്ങനെ വന്നതാണ്. പ്രേയർ ടവർ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ ടീ ബ്രേക്ക് പ്രേയർ ടൈമോ ഏതാണ്ട് 3 to 5. ഒരു പുതിയ അതിനൊരു ടീ ക്രഞ്ച് എന്നോ ഏതാണ്ട് അവർ എന്തോ ഒരു ടേം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഓരോരുത്തർക്ക് ദൗത്യം കൊടുക്കുന്നു. ഒരു പുതിയത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽ ഇതുണ്ട്, ഒരു പുതിയ ഐറ്റം ഉണ്ട്. ആത്മാവിൽ പ്രേരിപ്പിക്കുന്നവരെന്ത് ചെയ്യും? ദൈവം അവസരം തരുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി സമയങ്ങൾ വേർതിരിച്ച് ഇടയ്ക്കിടയ്ക്ക് മുട്ടുമടക്കും ഇല്ലേ? ഒരാരോ നമ്മുടെ മേൽ എന്തോ ഒരു ഭാരം പോലെ 10 തൊട്ട് 11 വരെ നീ പ്രാർത്ഥിച്ചോണം, അടുത്ത കുടുംബം 11 തൊട്ട് 12 വരെ പ്രാർത്ഥിച്ചോണം എന്ന് പറഞ്ഞ് ചെയിൻ പ്രയർ ടൈമൊക്കെ തന്ന് നമ്മൾക്കൊരു വേദനയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആത്മാവിനാലല്ല നടത്തപ്പെടുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു റീചാർജാണ്. ഈ മറ്റുള്ള പലർക്കും വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് നമുക്കും ഒരു റീചാർജാണ്. ആരാധനയോടുകൂടി ആത്മാവിലല്ല നമ്മൾ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ പലരും സത്യവചനത്തിൽ നിന്ന്, പത്യോപദേശത്തിൽ നിന്ന് മാറി കഥകൾ, കെട്ടുകഥകൾ, കലഹത്തിന് കാരണമായി തീരുന്ന വംശാവലികൾ. ഇവിടെ എഫെസോ സഭയെ പറ്റി പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സഭകളിലും ഈ പഴയ വിശ്വാസികളുമുണ്ട്, പുതിയ വിശ്വാസികളുണ്ട്. നിങ്ങൾ പൊതുവേ ശ്രദ്ധിച്ചാൽ പെന്തിക്കോസിനെ പറഞ്ഞാൽ പോലും, പെന്തിക്കോസ് അല്ലെങ്കിൽ എടുത്താൽ പോലും പഴയ പെന്തിക്കോസിൽ തന്നെ ജനിച്ച് വളർന്ന പഴയ വിശ്വാസികൾ അല്ലെ തലമുറകളായ അവരെപ്പോഴും ഒരു കെട്ട അവർക്ക് വലിയ പാടാണ് ആ വചനത്തിൻ്റെ മുമ്പിലൊക്കെ ഒന്ന് കണ്ണുനീരോടുകൂടിയൊക്കെ ഒന്ന് വരുവാനും. അവർക്ക് ഇപ്പോൾ തലമുറകളായിട്ട് ഞങ്ങൾ കർത്താവിനെ സേവിക്കുന്ന അതുപോലെ ഇസ്രായേൽ മക്കൾ എല്ലാ സഭയിലും ഉണ്ട്. യഹൂദൻ റോമിൽ ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത്? യഹൂദ ക്രിസ്ത്യാനികൾ. ഞങ്ങൾ ആരാന്നറിയോ? എബ്രഹാമിൻ്റെ മക്കൾ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നീ യഹൂദനാണെങ്കിലും നീ യവനനാണെങ്കിലും നിനക്ക് ഒരു വിശേഷതയുമില്ല, ക്രിസ്തുവിലെല്ലാവരും ഒന്നാണ്. കൊരിന്ത്യ സഭയിൽ, ഓരോ സഭയിൽ, എബ്രായ സഭയിൽ പിന്നെ പറയാൻ വേണ്ട, അവരുടെ മെജോറിറ്റി ആണല്ലോ യെരുശലേം അല്ലെങ്കിൽ ഇസ്രായേൽ ആണല്ലോ. അപ്പോൾ ഇവരെ കൊണ്ട് ഇപ്പം തന്നെ നമുക്ക് ശല്യമല്ലേ? ആ നെതന്യാഹുവിനെ ഒന്ന് പിടിച്ചു പൂട്ടാൻ നോക്കിയിട്ട് ലോകത്തിന് മുഴുവൻ അയാളെ വിളിക്കുന്ന പേരുകൾ എന്തൊക്കെയാണ്. അയാൾക്ക് ഒരു മിനിറ്റ് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഇരിക്കണം. ഇത് ഒറിജിനൽ യഹൂദൻ്റെ സ്വഭാവമാണ്. അപ്പം ഈ ആത്മീയമായിട്ടുള്ളപ്പോഴാണ് ഒരു യഹൂദനും നല്ല ദൈവിക സ്വഭാവത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒറിജിനൽ യഹൂദൻ്റെ സ്വഭാവം എന്തുവാ? ഈ നെതന്യാഹുവിൻ്റെ സ്വഭാവം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വഴക്കെട്ടിക്കൊണ്ടും കൊച്ചാക്കിക്കൊണ്ടും ചൊറിഞ്ഞുകൊണ്ടും ഞങ്ങളാണ് പവർ എന്ന് കാണിച്ചുകൊണ്ട് ഇരിക്കണം. അത് തന്നെ ഈ ആത്മീയമായിട്ട് ക്ഷീണിക്കുമ്പോൾ അന്ന് നല്ലപോലെ ആത്മാവിലൊക്കെ ആരാധിച്ചു അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. അത് കഴിഞ്ഞ് ദൈവം യെരുശലേമിൽ കഷ്ടത ഉണ്ടാക്കി ഇവർ ഓരോ ദേശത്തിലേക്ക് പോയി. ഇവർ തന്നെയാണ് ഓരോ ദേശത്തിൽ ചിതറി പാർത്തപ്പോൾ ആദ്യത്തെ ശുശ്രൂഷകരും സുവിശേഷകരും ഒക്കെ ആയത് ഇവർ തന്നെയാണ്. ഇവർ നിമിത്തമാണ് അഭിഷേകം ദേശത്തിലേക്ക് പകർന്നത്. ഇവർ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്യഭാഷയിലുള്ള ആരാധനയും കൃപാവരങ്ങളും ഒക്കെ ജാതികൾ അറിഞ്ഞത് യഹൂദൻ നിമിത്തം തന്നെയാണ്. യെരുശലേമിലെ സഭ ചിതറിപ്പോയപ്പോഴല്ലേ ഓരോ. പക്ഷേ ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞ് ഈ ആത്മാവിൽ ക്ഷീണമായപ്പോൾ വലിയ വ്യത്യാസങ്ങളായി ഇല്ലേ? സഭയെ തന്നെ 2 തട്ടായി കഴിഞ്ഞാൽ, ആത്മീയ വിഷയത്തിലും 2 തട്ടായി കഴിഞ്ഞാൽ വലിയ പാടാണ്. അതുകൊണ്ട് അതുകൊണ്ടല്ലേ ഈ വംശാവലി ഇവിടെ നിന്ന് വന്നതാണ്. ആർക്കാണ് ഈ വംശാവലി ഉള്ളത്? ഞങ്ങൾക്കങ്ങ്
അവിടെ തൊട്ട് പറയും യാക്കോബ് തൊട്ട് 12 ഗോത്രമല്ലേ ഞങ്ങൾ ഇന്ന ഗോത്രത്തിലെയാണ്, അവിടെ തൊട്ട് ഞങ്ങൾക്ക് പറയുവാൻ പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞ് വംശാവലി ആവശ്യമില്ലാത്ത തർക്കമൊക്കെ ഉണ്ടാക്കുന്ന വംശാവലിയൊക്കെ എല്ലാം സ്തോത്രം. അത് പറയുന്നിടത്തോളം അത് പറയുമ്പോഴേ എന്ത് സംഭവിക്കും? ദൈവകൃപ നഷ്ടപ്പെടും, ദൈവത്തിൻ്റെ സഹായം നഷ്ടപ്പെടും, ആ സഭയിൽ ആത്മീയ ഐക്യത നഷ്ടപ്പെടും. അതുകൊണ്ട് ഇവരോടും പറയുക, ഇവർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇവർ ആത്മീയമായിട്ട് ക്ഷീണിക്കുമ്പോൾ ഇവർ തിരിഞ്ഞു പോകുന്നത് പഴയ നിയമത്തിലേക്കാണ്, ന്യായപ്രമാണത്തിലേക്കാണ്. അത് ഓരോ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഇവർക്ക് തന്നെ അറിയത്തില്ല ന്യായപ്രമാണം എന്തിനാണ് ഉള്ളത്. പഴയ നിയമം ആവശ്യമാണ്, അത് നമ്മുടെ പ്രമാണമല്ല. പക്ഷേ ന്യായപ്രമാണം ഇസ്രയേലിൻ്റെ പ്രമാണമായിരുന്നു ഒരു കാലത്ത്. അത് നമ്മുടെ വചനത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്തിനാണ്? അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ സമാപന കൂടാരമില്ല, ഇവിടെ ഫ്രണ്ടിൽ ദ മേഴ്സി സീറ്റ് അല്ലെങ്കിൽ കൃപാസനമില്ല. ഞാൻ ഇതിൻ്റെയൊക്കെ ബൈബിൾ ക്ലാസ്സൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അത് പഠിപ്പിക്കാനുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി തടി കൊണ്ട് വളരെ നന്നായിട്ടുണ്ട് ഈ വലുപ്പത്തിൽ ഒരു ടാബർനാക്കിളുടെ മോഡലൊക്കെ വരച്ചതുകൊണ്ട് എൻ്റെ മനസ്സിൽ എത്ര കൊളുത്താ എത്ര ഇതാ. അതിൻ്റെ ഫ്രണ്ടിലുള്ള 5 തൂണുമായത് കഴിഞ്ഞിട്ടുള്ള 4 തൂണും അതിൻ്റെ കേർട്ടൻ്റെ കളേഴ്സും ഇതിനോരോന്നും ഇത് ചുറ്റിനുമുള്ള ടെൻറ്റ് വരെ അടിച്ച് അതിന് നൂലുകളൊക്കെ അടിച്ച് മണൽ അതിൻ്റെ അകത്ത് മണൽ പശ വെച്ചിട്ട് മണലൊക്കെ വെച്ച് ശരിക്കും ഒരു മരുഭൂമിക്കകത്ത് നിൽക്കുന്ന സമാകൂടാരം ഒക്കെ പാടുന്നത്. പക്ഷെ നമ്മൾ ആരാധിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ കൃപാസനം ഉണ്ടോ? ഇവിടെ അതിപരിശുദ്ധ സ്ഥലമുണ്ടോ? ഇല്ല. അപ്പം അത് നമ്മുടെ പ്രമാണമല്ല. പക്ഷെ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒത്തിരി ആത്മീയ അർത്ഥങ്ങളുണ്ട്. അത് ഒന്ന് മനസ്സിലാക്കുവാനാണ് ഇവിടെ എഫെസോസ് സഭയിൽ അത് പ്രമാണമായിട്ട് അടിച്ചേൽപ്പിച്ച് അന്ന് ഇസ്രയേലിനോട് പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ ആത്മീയമായിട്ട് ക്ഷീണിച്ചു പോകുമ്പോൾ പിന്നെ ഒരാൾക്ക് പറയാനുള്ളത് എന്തുവാ? ഈ സെറ്റ് ഓഫ് ഡിസിപ്ലിൻ മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിലെ പ്രമാണത്തിലുള്ള ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. യഹൂദനല്ലാത്തവനെ ശത്രുവായിട്ട് കാണുക, യഹൂദനല്ലാത്തവനെ നിഗ്രഹിക്കുക. അവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? യുദ്ധത്തിന് പോവുക, ഒറ്റ ഓണത്തിന് ജീവനോട് വെച്ച് വെട്ടിക്കൊല്ലുക, അവൻ്റേതെല്ലാം കവർന്നുകൊണ്ട് വരിക. ഇസ്രായേലിന് ദൈവം കൊടുത്ത പ്രമാണോ? ഞാൻ പറയാം, പഴയ നിയമ പ്രമാണത്തിൻ്റെ അകത്തെ ആ പോരായ്മകളെപ്പറ്റി എല്ലാം റോമാലേഖനത്തിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അതിനെ മാറ്റി നമുക്കൊരു പുതിയ നിയമം തന്നു? അതുകൊണ്ടല്ലേ ഭാരതീയരായ നമ്മൾ ഓരോരുത്തരും ഇന്ന് ദൈവസന്നിധിയിൽ ഞെളിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ദൈവത്തിൻ്റെ മക്കൾ അല്ല, നമ്മൾ ആരെങ്കിലും ദൈവത്തിൻ്റെ മക്കളാണോ? അല്ല. അപ്പം ഇവിടെ എഫെസോസിലെ സഭയിൽ ക്ഷീണിച്ചു പോയ യഹൂദ ക്രിസ്ത്യാനികൾ അവർ ഈ ന്യായപ്രമാണവും പൊക്കിയെടുത്തുകൊണ്ട് വന്ന് അത് ഉപദേശമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് ഒത്തിരി പേരെ സത്യത്തിൽ നിന്ന് മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ, ഒത്തിരി പേരെ ആ സത്യത്തിൽ നിന്ന് മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ they want to be teachers of the law. ധർമ്മ ഉപദേഷ്ടാക്കന്മാരെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ ഉപദേഷ്ടാക്കന്മാരായി തീരുവാൻ ചിലർ ശ്രമിക്കുന്നു. അവരിതിൻ്റെ അർത്ഥം എന്തുവാന്ന് മനസ്സിലാകത്തില്ല, അവർക്ക് തന്നെ അറിയത്തില്ല എന്തുവാ അവർ സ്ഥാപിക്കുവാൻ സ്ഥാപിക്കുന്നതെന്ന് പറയാൻ ദൈവാത്മാവ് അനുവദിക്കണ്ടേ ഒരു സഭയ്ക്കകത്ത് എന്തെങ്കിലും സ്ഥാപിക്കണേ. അപ്പോൾ എഫെസോസിൽ കർത്താവും ദൈവദാസനും അപ്പോസ്തലനും ഒക്കെ വില കൊടുത്ത് വന്ന ഒരു സഭയാണ്. അപ്പം അവർക്ക് തന്നെ അറിയത്തില്ല എന്തുവാണ് അവർ പറയുന്നത്. പക്ഷേ പഴയ നിയമത്തിലെ ചെറു പ്രമാണങ്ങളൊക്കെ എടുത്ത് അവർ പറയുവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ 8ാമത്തെ വാക്യം. അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ. ഇവിടെ ആ സെറ്റ് ഓഫ് പാപം എഴുതിയിട്ട് ഇവിടെ എന്തോ എഴുതിയേക്കുന്നത്? ന്യായപ്രമാണം എന്തല്ല? ഇത് നീതിമാനുള്ളതല്ല, ഇത് ആർക്കുള്ളതാ? അവർക്ക് ഡിസിപ്ലിൻ ചെയ്ത്, അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, ഇതൊരു സെറ്റ് ഓഫ് ഡിസിപ്ലിനാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ ഇത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ആഴമായിട്ട് ചിന്തിക്കുന്നില്ല. പക്ഷേ നമ്മൾ കൊരിന്ത്യലേഖനമൊക്കെ പഠിച്ചപ്പോൾ ഇനി റോമാലേഖനം നമ്മൾ വരും ദിവസം പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അവിടെയൊക്കെ വളരെ വ്യക്തമായിട്ടാണ് എങ്ങനെയാണ് കർത്താവ് ന്യായപ്രമാണം ആ ഉപദേശമായിട്ടുള്ളതിൽ നിന്ന് മാറ്റി നമുക്കൊരു പുതിയ പ്രമാണം ക്രിസ്തുവിൽ കൂടി തന്നത്, കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട്. അതുകൊണ്ടാണ് കരുണയുള്ളത്, അതുകൊണ്ടാണ് ക്ഷമയുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, 80 വർഷം ശുശ്രൂഷ ചെയ്ത മോശയോട് കർത്താവിന് ഒന്ന് ക്ഷമിച്ചുകൂടായിരുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ഒന്ന് ക്ഷമിച്ചു. നമ്മളൊക്കെ അപ്പം ആ കാലഘട്ടത്തിൽ വല്ലതും ജീവിച്ചായിരുന്നു എന്നെ പണ്ടേ കല്ലെറിഞ്ഞ് കൊന്നേനെ. അല്ലെങ്കിൽ ഇതുപോലെ കനാൻ പ്രവേശിക്കുവാൻ പറ്റാതായി പോയനെ ഇല്ലേ? സ്തോത്രം. മരുഭൂമി യാത്രയിൽ നമ്മളൊക്കെ പട്ടുപോയനെ. കാര്യം നമ്മളൊക്കെ എത്ര വട്ടം ദൈവത്തോട് മത്സരിച്ചിട്ടുണ്ട്. ബൈബിൾ എന്തോ പറയുന്നത്? പഴയ നിയമത്തിൽ മത്സരിക്കുന്ന ഒറ്റ ഒരെണ്ണം നിത്യദേശത്ത് എന്ത് ചെയ്യത്തില്ല, പ്രവേശിക്കത്തില്ല.
വാഗ്ദത്തദേശത്തിൽ ഒറ്റ ഒരാൾ പ്രവേശിക്കത്തില്ല. മത്സരിക്കുന്നവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന പോലെ ദേ ബോഡീസ് വർ സ്കാറ്റേർഡ് ഇൻ ദ വിൽഡർനെസ്. ചിതറിപ്പോയി, അവരുടെ അഡ്രസ്സ് ഇല്ലാതായിപ്പോയി എന്ന് തന്നെ, ശാരീരികമായിട്ടും അവരുടെ അഡ്രസ്സ് തന്നെ ഇല്ലാതായിപ്പോയി എന്നാണ് ബൈബിൾ വളരെ വ്യക്തമായിട്ട്. അപ്പം ചിലർ ഈ ധർമ്മ ഉപദേഷ്ടാക്കളായിട്ട് പഴയ നിയമം പ്രസംഗിക്കുവാൻ, അല്ലെങ്കിൽ പഴയ നിയമം പ്രസംഗിക്കുവാൻ എന്നല്ല എൻ്റെ അർത്ഥം, അത് ഉപദേശിക്കുവാൻ, ഇത് ഉപദേശിക്കുമ്പോൾ തർക്കങ്ങൾ വരും. ഇത് ഉപദേശിക്കുമ്പോൾ, കാര്യം പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലെ അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്നതിനൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ വാക്കായിട്ട് എടുത്ത് നമ്മളതിനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പ്രാധാന്യത കൊടുക്കേണ്ട ഒത്തിരി വിഷയത്തിൽ നമ്മൾ മാറിപ്പോവും, ഇല്ലേ? ഇവിടെ നമ്മൾ 6ഉം 7ഉം എല്ലാം നമ്മൾ വായിച്ചാൽ സാത്താൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. 6ാമത്തെ വാക്യം, 7ാമത്തെ വാക്യം, 8ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ പ്രാധാന്യത, ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി, നമ്മൾ കർത്താവിൻ്റെ യേശുവിൻ്റെ മണവാട്ടിയായി തീരാൻ പോവുക, ഇല്ലേ? യേശുവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിൽ നമ്മൾ പ്രാധാന്യത കൊടുക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രാധാന്യത കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മാറിപ്പോകുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നില്ലേ. നമ്മൾ പ്രാധാന്യത കൊടുക്കേണ്ട കാര്യത്തിൽ നിന്ന് മാറിപ്പോയി വേറെ കുറേ ചിലരുണ്ട്. നിങ്ങൾക്കറിയാമോ, ഷർട്ട് തേക്കാത്തവരുണ്ട്. അത് വലിയ ആത്മീയതയാണെന്നാണ് വിചാരിക്കുന്നത്. ചിലർ ഫുൾ അങ്ങ് മുട്ടയടിക്കും. എൻ്റെ ഒരു കസിൻ ബ്രദറും ഉണ്ടായിരുന്നു, ഇവർക്കൊക്കെ അറിയാം. പുള്ളി 10-20 വയസ്സായപ്പോഴേ ഫുൾ മുട്ടയടിച്ചിട്ട് പുള്ളി പറയുന്നത്, ഇത് ഒരു സ്റ്റൈലും വേണ്ട എനിക്ക്. ഇതുപോലത്തെ ഒത്തിരി തീരുമാനങ്ങൾ പുള്ളിക്കുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നിരുന്ന 2 ആപ്പിൾ കണ്ട ഉടനെ ഒരെണ്ണം എടുത്തിട്ട് വെളിയിലോട്ട് കൊണ്ട് കൊടുക്കും. വേറെ എന്തെങ്കിലും 2 കണ്ട ഉടനെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കും. പേരൻസ് പറയുന്ന ഇവനെ കൊണ്ട് തോറ്റിരിക്കുക, ഞങ്ങൾക്ക് 2 എണ്ണം വാങ്ങിച്ച് വെക്കാൻ പറ്റത്തില്ല, വീട്ടിൽ ഉടനെ ഇവനെ എടുത്തുകൊണ്ട് പോകും, ആർക്കെങ്കിലും കൊടുക്കും. 2 വെക്കാൻ പാടില്ലെന്ന്. അതെന്നാ കാരണം? കർത്താവിൻ്റെ വേലയിലൊക്കെ അന്നുണ്ടായിരുന്നു, ഇന്നില്ല. പക്ഷേ ഞങ്ങളുടെ കൂടെ നമ്മുടെ ഈ MDS ടീമിൽ കുറേ വർഷങ്ങളൊക്കെ നാട്ടിൽ വന്നൊക്കെ പ്രവചിച്ചത്, ഇടയ്ക്കൊക്കെ ബ്രേക്ക് എടുത്ത ആൾ വന്ന് പ്രവചിച്ചുകൊണ്ടിരുന്നത്. എന്നാണ് ഇങ്ങനെ കാരണം? പുള്ളി അതിൻ്റെ അർത്ഥം എടുത്തു. എവിടെയോ പ്രസംഗത്തിൽ ചെന്ന് കേട്ടു, 2 ഉണ്ടെങ്കിൽ 1 കൊടുക്കാനുള്ള അർത്ഥം കേട്ടു. ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടാതെ നമ്മൾ ഈ ചിലർ ഫുൾ കൈ ഉടുപ്പ് ബട്ടൺസ് എടുത്തില്ല. എനിക്ക് സ്റ്റൈല് വേണ്ട. അത് വ്യക്തിപരമായ തീരുമാനം, അവരെന്തോ വേണം ചെയ്തോട്ടെ, കുഴപ്പമില്ല, അവരുടെ കുടുംബം സഹിച്ചാൽ മതിയല്ലോ, അല്ല അവരുമായിട്ട് ബന്ധപ്പെടുന്നവർ സഹിച്ചാൽ മതിയല്ലോ. പക്ഷെങ്കിൽ ഇത് ഞാനൊരു പ്രമാണമായിട്ട് ഞാനിപ്പം അങ്ങനെ ഉടുപ്പ് തേക്കാത്ത ഒരാളാണെന്ന് വെച്ചോ, അല്ലെ ബട്ടൺസ് ഇടാത്ത ഒരാളാണെന്ന് വെച്ചോ. ബൈബിൾ പറഞ്ഞ് യോഗ്യമാമണ്ണം നടക്കാനല്ലേ. ഞാൻ ബട്ടൺസ് ഇടാതെ നടന്നു കഴിഞ്ഞാൽ അതിന് യോഗ്യത എവിടെ? ഞാൻ മുടി വെട്ടാതെ അല്ലെങ്കിൽ ട്രിംഡായിട്ട് വൃത്തിയായിട്ട് നടന്നില്ലെങ്കിൽ അതിന് യോഗ്യത എവിടെ? അപ്പം ഞാൻ യോഗ്യമായിട്ട് നടക്കാതെ എനിക്ക് ഉപദേശിക്കാൻ, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഇതുപോലുള്ള ഇതിനൊക്കെ വെറും പിടിവാശിയെന്നും സ്റ്റബേൺ തീരുമാനങ്ങളിലും ഈ ന്യായപ്രമാണത്തിൽ നിങ്ങൾക്കറിയാമോ 2 കളറുള്ള അതുകൊണ്ട് ഇവിടെ 2 കളറുള്ള നമ്മുടെ ജോമേഷ് ബ്രദർ അങ്ങനത്തെ ഒരു ചെക്ക് ഷർട്ട് ഇട്ടിട്ടുണ്ട്. എനിക്കും ചെക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ഞാനും ഇടും, ഇപ്പോഴും ഇടും. ഞാൻ പറഞ്ഞത് ഇത് പഴയ നിയമത്തിലാണ് എന്ത് പറ്റത്തില്ല, ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് 2 കളറുള്ള നൂല് ചേർന്ന് തുണികൾ ഇടാൻ പാടില്ല. സഹോദരിമാർ പിന്നെ മാസത്തിൽ പല പ്രാവശ്യം ആരാധനയ്ക്കേ വരാൻ പാടില്ല. അതൊക്കെ പഴയ നിയമത്തിലെ പ്രമാണം. പിന്നെ ആരെങ്കിലും ഒരാൾ ദൈവമക്കളുടെ ഇടയ്ക്ക് ഇച്ചിരി ഊനമോ ഇച്ചിരി അംഗവൈകല്യമോ ക്ഷീണമോ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ആലയത്തിൽ പ്രവേശിക്കാൻ, ഊനമുള്ളതും ക്ഷീണമുള്ളതും ഒന്നും ആലയത്തിൽ പ്രവേശിക്കാൻ പാടില്ല. പഴയ നിയമത്തിലെ പ്രമാണം അക്ഷരീകം എടുത്തു കഴിഞ്ഞാൽ നെയ്മീൻ പോലും കഴിക്കാൻ, കൊഞ്ചും നെയ്മീനും ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അക്ഷരീകമായിട്ട് പഴയ നിയമം എടുത്ത് എഫെസോസിലെ സഭയിലും കണ്ടില്ലേ, ആവർത്തന പുസ്തകം, ദിനവൃത്താന്തം, ഇതൊക്കെയാണല്ലോ ഇങ്ങനത്തെ ചിട്ടകൾ എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിനുള്ള ഇങ്ങനത്തെ ജീവിത ശൈലിയിലുള്ള ഒത്തിരി ചിട്ടകളുണ്ട്. ദേവദാസന്മാരൊക്കെ പ്രസംഗിച്ച് നിങ്ങൾ കേൾക്കാത്ത, നിങ്ങളൊന്ന് പഠിച്ചു വരുമ്പോഴത്തേക്ക് ഒത്തിരി സെറ്റ് ഓഫ് റൂൾസ്. അങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ തിരിയാൻ പാടില്ല, അങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ. ആരാധനയ്ക്ക് നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് കാലയിലിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇവിടെ ആരും ആലയം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് ആരും ചെരുപ്പാത്തിടുന്നില്ല. പക്ഷേ ചെരുപ്പിട്ടുകൊണ്ട് കയറിയാലും ദൈവത്തെ എന്ത് ചെയ്യാം? സ്തുതിക്കാം. നമ്മൾ ചെരുപ്പിട്ടുകൊണ്ടല്ലേ യാത്ര ചെയ്യുന്നത്, ചെരുപ്പിട്ടുകൊണ്ടല്ലേ റോട്ടിൽ കൊണ്ട്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഷൂസ് ഇട്ടുകൊണ്ട് ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടല്ലേ. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ഒരു പ്രമാണവും ഇല്ല. യെരുശലേം ദേവാലയത്തിൻ്റെ അകത്ത് മാത്രമേ വന്ന് അവർക്ക് പ്രാർത്ഥിക്കാൻ പാടുള്ളെങ്കിൽ, അവരുടെ യെരുശലേം ദേവാലയം പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൃപാസനം ശത്രു എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല.
പക്ഷേ ക്രിസ്തുവിൽ കൂടി വീണ്ടും ജനനം പ്രാപിച്ച നമ്മൾക്ക് അതിപരിശുദ്ധ സ്ഥലം നമ്മുടെ ഹൃദയത്തിലായതുകൊണ്ട് വിശുദ്ധിയിൽ വസിക്കുന്നിടത്തോളം കാലം നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ളൊരു പുത്രത്വത്തിൻ്റെ ആത്മാവ എൻ്റെയും നിങ്ങളുടെയും മേൽ പകർന്നത്. മനസ്സിലായോ? അപ്പം പുതിയ നിയമ ശുശ്രൂഷയും അല്ലെങ്കിൽ ഉപദേശവും ആരാധനയും പഴയ നിയമ ആരാധനയുമായിട്ട് ചേർത്തില്ല. ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. പക്ഷേ ഈ പഴയ നിയമം ന്യായപ്രമാണം ആവശ്യമാണ് നമുക്ക്. യഹോവയായ ദൈവം എങ്ങനെ ഇസ്രായേലിനോട് ഇടപെട്ടു, അവിടെ എല്ലാം ആ പ്രവചന ഭാഗങ്ങളിലൊക്കെ ഈ പുതിയ നിയമ കാലഘട്ടത്തിലെയും ഇനി വരുവാനിരിക്കുന്ന കാര്യങ്ങളുടെയും പ്രവചനം പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യേശു വരാൻ പോകുന്നതിൻ്റെ തൊട്ട് ഈ ലൂസിഫറിന് വരാൻ പോകുന്ന ന്യായവിധി വരെയും എല്ലാം എഴുതിയിട്ടുണ്ട്. ഈ ലൂസിഫർ ആരായിരുന്നെന്നും തൻ്റെ ചിറകുകൾ ഉയർത്തുമ്പോൾ ഇത്രയും മനോഹരമായിട്ട്, അപ്പം വളരെ മാഗ്നിഫിസൻ്റായിട്ട് ഇതുപോലൊരു സ്വർഗീയ സൃഷ്ടിയെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഇതുപോലെ മനോഹരമായിട്ട് ഒരു ചിറക് താൻ വിടർത്തുമ്പോൾ പല ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ട് ഒന്നിച്ചു വരുന്ന ഇത്രയും നന്നായിട്ട് ആരാധന സ്വർഗത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്ന ഒരു ഇപ്പോഴുള്ള മിഖായേലിനേക്കാൾ ഗബ്രിയേലിനേക്കാൾ പ്രധാന ദൂതനായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ്? ഈ പ്രവചന പുസ്തകത്തിൽ നിന്നല്ലേ? ആണോ? അപ്പം നമുക്ക് മനസ്സിലാകാനുള്ള ഒത്തിരി സത്യങ്ങൾ ഇതിൽ നിന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ പ്രമാണമല്ല, ഇത് നമ്മുടെ ആരാധന പ്രമാണമല്ല. ആരെങ്കിലും അവിടെ നിന്ന് എടുത്ത് എന്തെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന അത് വെറുതെ തർക്കവും വാദവും, അത് ആത്മീയമായിട്ട് നമ്മൾ ക്ഷീണിച്ചു പോകില്ല. ചിലർ പഴയ നിയമം അല്ലെ ന്യായപ്രമാണത്തിൻ്റെ ഉപദേഷ്ടാക്കന്മാരാണ്. എന്നിട്ട് അവരത് ഉപദേശിക്കുവാൻ ശ്രമിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ എഫെസോസ് സഭയെ സത്യത്തിൽ നിന്ന് മാറ്റിക്കളയുക. പഴയ നിയമം ഫോക്കസ് കൊടുത്തിരുന്നത് ലോകത്തിലുള്ള ഒരു കനാനാണ്. പഴയ നിയമം ഫോക്കസ് കൊടുത്തിരുന്നത് ഓരോ ഗോത്രത്തിന് ദൈവം യഹോവയായ ദൈവം അളന്നു കൊടുത്ത മനോഹരമായ ദേശമുണ്ട്. സ്തോത്രം. നദീതീരത്ത് കൊടുത്ത ദേശമുണ്ട്. അതാണല്ലോ ഏറ്റവും ഫേർട്ടൈൽ. അന്ന് കൃഷിയാണല്ലോ. അവർക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓരോ ഗോത്രത്തിനും എവിടെയൊക്കെ അളവെന്ന് കൊടുത്തു എന്ന് ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് ഇവിടുത്തെ ആടുമാടുകളും ഭൗമിക അനുഗ്രഹങ്ങളുമാണ്. അവർക്ക് ശത്രു എന്ന് പറഞ്ഞാൽ യഹൂദനല്ലാത്തവനല്ല എന്തുവാ? ശത്രുവാണ്. പക്ഷേ പുതിയ നിയമത്തിൻ്റെ പ്രമാണം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ്. എഫെസോസിലെ പുതിയ നിയമ ക്രിസ്ത്യാനികളെ ജാതികളിൽ നിന്ന് വന്നവർ, യഹൂദന്മാരിൽ നിന്ന് വന്നവർ, അവരുടെ ഫോക്കസിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുക. രണ്ട് രീതിയിലാണ് ഈ സാത്താൻ പ്രവർത്തിക്കുന്നത്. ഒന്ന്, ഈ ന്യായപ്രമാണത്തിൻ്റെ പല ഉപദേശങ്ങൾ പല ദൈവദാസന്മാർ ഇന്നും പല കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ശരിക്കും ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി, ഒരു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരേണ്ട ഒരു വ്യക്തി നമ്മൾ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ശ്രദ്ധയിൽ നിന്ന് മാറ്റുക. പഴയ നിയമത്തിൽ ലേവ്യർ മാത്രമേ ശുശ്രൂഷിക്കത്തുള്ളൂ, പുരോഹിതൻ മാത്രമേ. പുതിയ നിയമത്തിൽ എങ്ങനെയാണ്? നമ്മളെല്ലാവരും പുരോഹിതരാണ്. നമുക്കെല്ലാവർക്കും ഓരോ പീസ് വർക്ക് അല്ലെങ്കിൽ ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം പഴയ നിയമത്തിൽ കൊണ്ട് ഇപ്പോഴത്തെ പല സഭകൾ, പെന്തക്കോസ്ത് സഭകൾ പോലും ഞങ്ങൾ ശുശ്രൂഷകർ, ഞങ്ങൾ ശുശ്രൂഷ വൃന്ദം. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ കാശൊക്കെ കൊണ്ട് നിങ്ങൾ ഓഫറിംഗ് ആയിട്ടൊക്കെ ഇട്ടാൽ മതി, നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ പണി എന്ന് പറഞ്ഞ് വരെയും പഠിപ്പിക്കുന്നവർ എത്ര പേരുണ്ടെന്നറിയാം. നിങ്ങൾ വേറെ ഒരു വിഷയത്തിൻ്റെ അകത്തും ഇടപെടണ്ട, ഞങ്ങളതൊക്കെ ചെയ്തോളാം, ഞങ്ങൾ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർ എന്ന് പറഞ്ഞ് വരെയും നമ്മുടെ പഴയ പെന്തക്കോസ്ത് സഭകൾ ഇങ്ങനെ ഞാൻ പറയില്ലേ, അത് എവിടെ നിന്ന് വന്നതാ? പഴയ നിയമത്തിൽ നിന്ന് വന്നതാ. അപ്പോൾ ഒരു വ്യക്തി സുവിശേഷകനാണെന്നും ഞാൻ സ്വർഗരാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട വലിയൊരു സ്വർഗീയ ദൗത്യം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള സത്യത്തിൽ നിന്ന് ആ വിശ്വാസം എന്ത് ചെയ്യുക? ആ പഠിപ്പിക്കുന്ന തെറ്റായി പഠിപ്പിക്കുന്ന ദൈവദാസൻ മാറ്റിക്കളയുന്നത് ഏതിൽ നിന്നാണ്? പഴയ നിയമപ്രമാണം, ന്യായപ്രമാണത്തിൽ നിന്നാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ന്യായപ്രമാണത്തിൻ്റെ പല ഉപദേശത്തിൻ്റെ പ്രാധാന്യത കൊടുക്കേണ്ടാത്ത വിഷയത്തിന് പ്രാധാന്യത കൊടുക്കും. പ്രാധാന്യത കൊടുക്കേണ്ട വിഷയത്തിനോ മത്സരം, അസൂയ, പിണക്കം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ച് പുലർത്തിക്കൊണ്ടാണ് വലിയ വലിയ കാര്യങ്ങൾ പഴയ നിയമത്തിൽ സെറ്റ് ഓഫ് ഡിസിപ്ലിൻസ് പറയുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ സാത്താൻ്റെ വലിയൊരു പരിപാടി, എന്നെ ഒരു കാര്യത്തിന് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ആ ഫോക്കസിൽ നിന്ന് എന്ത് ചെയ്യുക? മാറ്റിക്കളയുമ്പോൾ എന്നിൽ കൂടി വെളിപ്പെടേണ്ട ശുശ്രൂഷ വെളിപ്പെടത്തില്ല. എന്നിൽ കൂടെ ദൈവം ഹല്ലേലൂയ പ്രൈസ് നമ്മളെ ഓരോരുത്തരിൽ കൂടെ നമ്മുടെ ഭവനങ്ങൾ കർത്താവിൻ്റെ വേദിയായി തീരുവാൻ ഇല്ലേ?
ഇത് മാത്രമല്ല സ്റ്റേജ്, നമ്മുടെ ഭവനങ്ങൾ കർത്താലിൽ സ്റ്റേജായി തീരുവാൻ, യേശുവിനെ വെളിപ്പെടുത്തുന്ന വേദികളായി തീരുവാൻ. സ്തോത്രം. നമ്മുടെ ജീവിതം യേശുവിനെ വെളിപ്പെടുത്തുന്ന വേദിയായി തീരുവാൻ. അപ്പോൾ അവിടെ ഇവിടെ എത്രത്തോളം ക്ഷമയോടുകൂടിയും താഴ്മയോടുകൂടിയും കൃപയോടുകൂടിയും ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ട നമ്മളെ ആ ഫോക്കസിൽ നിന്ന് മാറ്റിക്കളയുവാൻ. ശുശ്രൂഷയുടെ കാര്യത്തിലും പുതിയ നിയമ പ്രമാണത്തിൻ്റെ കാര്യത്തിലും ഒന്നും കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ നടത്തപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാല, ഇല്ലേ? ഓരോ സമയത്തും അല്ല, ഇവിടെ തിമോത്തിയോസിനോട് പറഞ്ഞിരിക്കുന്നത് ശാസിക്കുക, ഉപദേശിക്കുക, തർജ്ജനം ചെയ്യുക. അതിനൊന്നും അയവരുത്തണം എന്നല്ല പറയുന്നത്. പക്ഷെ പ്രമാണത്തിന് വ്യത്യാസമുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ എടുത്തുകൊണ്ടല്ല തിമോത്തിയോസ് ശാസിക്കാൻ പോകുന്നത്. തിമോത്തിയോസ് ശാസിക്കാൻ പോകുന്നത് പുതിയ നിയമ പ്രമാണം, സഭയ്ക്കുള്ള പ്രമാണം, ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം, ഒരു വിശ്വാസി എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാണ് അവരെ ഈ പറഞ്ഞ തെറ്റുകളെല്ലാം, പാപങ്ങളെല്ലാം. അപ്പം അല്ലെങ്കിൽ നമുക്കറിയാം, യേശുവിൻ്റെ കാലത്ത് മത്തായി സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം ഒന്ന് വായിക്കാം. അതിൻ്റെ 23-ാം അധ്യായം 24, മാത്യു 23:24. ഈ ശാസ്ത്രിമാരോടും പരീശന്മാരോടും, അവരാണ് ശരിക്കും ശാസ്ത്രജ്ഞന്മാർ, അല്ലെങ്കിൽ ഈ ധർമ്മ ഉപദേശം, ന്യായപ്രമാണം പഠിപ്പിക്കുന്നവർ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്ന പോലെ ദ ടീച്ചേഴ്സ് ഓഫ് ലോ. ആരാണ്? ശാസ്ത്രിമാരും അതനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്ന പരീശന്മാർ. ശാസ്ത്രിമാരാണ് പഠിപ്പിക്കുന്നവർ, പരീശന്മാരാണ് ഈ കപടഭക്തി കൊണ്ട് നടക്കുന്നവർ. അവരാണ് പബ്ലിക് ഫിഗേഴ്സ് അതിൻ്റെ ന്യായപ്രമാണത്തിന്. അപ്പം അവരോട് പറയുന്നത്, നിങ്ങൾ ആരാന്ന് ആദ്യമേ അവിടെ എഴുതിയിരിക്കുന്നത്? കുരുടന്മാരെ, നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്തിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് തന്നെ ആ ഫോക്കസ് ഒന്നും വ്യക്തമായിട്ടില്ല. ദർശനം, സ്വർഗീയ ദർശനം നിങ്ങൾക്ക് എന്തായി തീർന്നിട്ടില്ല, വ്യക്തമായി തീർന്നിട്ടില്ല. നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ ഈ ലോകത്തിലെ ഭൗമിക വിഷയത്തിലൊക്കെയാണ്. അതുകൊണ്ട് യേശു എത്ര വ്യക്തമായ വെളിപ്പാട് ഇല്ലേ? അവരെ നോക്കിയിട്ട് പറയുക, കുരുടന്മാരെ, അയ്യോ, മനസ്സിലായില്ലേ കാര്യം? കൊച്ചു കൊച്ചു വിഷയത്തിന് ഭയങ്കര സ്ട്രിക്റ്റ് പറയും. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? സഭയിൽ നിന്ന് പുറത്താക്കണം. അല്ലെ ഭയങ്കര വിഷയം, കൊച്ചു കൊച്ചു വിഷയത്തിന്. ഈ അല്ലെങ്കിൽ ബന്ധുക്കോസും ക്ഷീണിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുക. എന്നിട്ട് വിഴുങ്ങുന്ന എന്തിനാണ്? ബൈബിൾ പറയുന്നതാ. ഒട്ടകത്ത് വലിയ വലിയ പാപം അകത്തിരിപ്പുണ്ട്, അതിനെ വെളിപ്പെടുത്താതെ കപടഭക്തിയുടെ വേഷത്തിൽ. അതുകൊണ്ട് അവരെ നോക്കിയിട്ട് പറയുന്നത്, വെള്ള തേച്ച ശവക്കല്ലറേ നടയിച്ചു വിളിക്കുന്നത്. കൊച്ചു കൊച്ചു വിഷയങ്ങൾ കൊതുകിനെ ആയിരിക്കും നീ. കണ്ടോ, ഒരു കൊതുകിനെ കിട്ടി, ഒരു തെറ്റുണ്ട് അവൻ്റെ ജീവിതത്തിൽ. എന്നിട്ട് വലിയ വലിയ ഒട്ടകം പോലുള്ള വലിയ പാപങ്ങളാണ്. ഒട്ടകത്തിൻ്റെ വലിപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ശരിക്കും അറിയാമല്ലോ. ഇവിടെ രാജസ്ഥാനിൽ കാണുന്ന ഒട്ടകമൊന്നും അല്ല ദൈവമക്കളെ, അറബി നാട്ടിലെ ഒട്ടകം. ഇതിൻ്റെയൊക്കെ ഈ ഹൈറ്റുള്ള, അതുപോലെ ഇതിൻ്റെ പകുതി വലുപ്പമുള്ള ഹൈറ്റുള്ള മൃഗമാണ്. ഇവിടുത്തെയൊക്കെ രാജസ്ഥാനിലെ ഒട്ടകമൊക്കെ ഒന്ന് ചരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് ചാടി എൻ്റെ മണ്ടയിൽ കയറാം. അവിടെ ഒന്നും ആ പണി നടക്കത്തില്ല, ഏണിയും കൂടി വെച്ചിട്ട് വേണം കയറാൻ. അപ്പോൾ അത്രയും വലിയ ഒട്ടകത്തെ വിഴുങ്ങും. പക്ഷെ നീ എന്ത് കൊതുകിനെ ആയിരിക്കും. വചനം പഠിപ്പിക്കുന്ന ശാസ്ത്രിമാരോട് പറയാം, കപട ഭക്തിക്കാരായ ശാസ്ത്രിമാരെ, ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തോ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ അകം നോക്കത്തില്ല, പുറമേ മാത്രം എന്ത് ചെയ്യും? ഷോ. ഭക്തിയുടെ വേഷം, അതിൻ്റെ ശക്തിയെ ത്യജിച്ച് കളയുന്നവരായി. എത്ര പ്രാവശ്യം. അപ്പോൾ എന്തിനാണ് പ്രാധാന്യത കൊടുക്കേണ്ടത്? കിണ്ടിയുടെ പുറം ക്ലീൻ ചെയ്താൽ പോരാ, അതിൻ്റെ ഉള്ളാണ് ക്ലീൻ ചെയ്യേണ്ടത്. കാര്യം ഉള്ളും പുറവും ക്ലീൻ ആയിരിക്കണം. കാര്യം പുറമാണ് ലോകം നോക്കുന്നത്, ഉള്ളിലാണ് വലിയവനായ ദൈവം, സ്വർഗത്തിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവം വസിക്കേണ്ടത്. അപ്പം നമുക്കൊരു ദൗത്യമുണ്ട്. ആദ്യം ഉപദേശിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പേ വലിയ ഇഷ്ടമാണ് നമുക്ക് ആരുടെയെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ. ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്കും ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ മക്കളും അകത്തുള്ള മുഴുവൻ പോക്ക് കേസാണ്. എല്ലാ മക്കളൊക്കെ തോന്നിയ പോലെ, അവർക്ക് വീടിൻ്റെ അകത്ത് തന്നെ ആവശ്യത്തിലധികം ഇഷ്യൂസുണ്ട്. പക്ഷെ ആരുടെ ഒരു വിഷയത്തിൻ്റെ വേറൊരു കുടുംബത്തിലൊരു ചെറിയ കാര്യം വന്നപ്പോൾ ചെന്നിരിക്കുന്നു അവിടെ ചെന്ന് അവരെ ഉപദേശിക്കാൻ. നമ്മുടെ ഒരു ബന്ധുവും അടുപ്പമുള്ളതാണ്. ഞാൻ അവരോട് ചോദിച്ചു, ശരിക്കും ചോദിച്ചു, നിങ്ങൾക്ക് തന്നെ ആവശ്യത്തിലും അധികം പ്രോബ്ലംസ് ഇല്ലേ? ആദ്യം അത് റെക്ടിഫൈ ഞാൻ പറഞ്ഞില്ല, വെല്ലോരും ഉപദേശിക്കാൻ, വെല്ലോരുടെയും കുറ്റം, ഏതെങ്കിലും ഒരു കുടുംബത്തിലൊരു ഇഷ്യൂ ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാൻ എന്നാ ഇഷ്യൂ.
അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചുറ്റിനും ഇരുന്ന് ഡിസ്കസ് ചെയ്യുക, അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ ഇല്ലേ? പുറമേ മാത്രമല്ല, ഉള്ള ശാസ്ത്രിമാരോട് പരീക്ഷന്മാരോട് കർത്താവ് പറയുക. അപ്പോൾ ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്ന പരീക്ഷന്മാരെ, ശാസ്ത്രിമാരെ ഇതുപോലെ എഫെസോസ് സഭ ആയി തീർക്കുവാനാണ് സാത്താൻ ഈ ന്യായപ്രമാണത്തിൻ്റെ ഉപദേഷ്ടാക്കൻ. അവർ തീർച്ചയായിട്ടും ജാതികളായിരിക്കത്തില്ല. ന്യായപ്രമാണത്തിന് കൂടുതൽ പ്രാധാന്യത കൊടുക്കുന്നവരെപ്പോഴും എല്ലാ സഭയിലും അന്നത്തെ കാലത്ത് ആരായിരുന്നു? യഹൂദ ക്രിസ്ത്യാനികളായിരുന്നു. അവർ ആത്മീയമായിട്ട് ക്ഷീണിച്ചപ്പോൾ ഇവിടെ കൊതുകിനെ അരിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് പറഞ്ഞ് പഴയ നിയമത്തിലെ ഭയങ്കര അവർക്കന്ന് കൊടുത്ത സ്ട്രിക്റ്റായ പ്രമാണം. അവിടെ ഒരു സെറ്റ് ഓഫ് ലോ, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ന്യായപ്രമാണത്തിലൊരു കുഴപ്പം എവിടെയാണെന്നറിയാം? ഇന്നത് ചെയ്യല്ല. ഈ പട്ടാളത്തിൽ പോയി എത്ര പേരാണെന്നറിയാം പിരിയിളകി വരുന്നത്. അവിടെ പോയി അവിടുത്തെ ഡിസിപ്ലിൻ നിമിത്തം പിരിമുറുകി മേലുദ്യോഗസ്ഥന്മാരെ വെടിവെക്കുന്ന. നേവിയിൽ ഞങ്ങളവിടെ ഉള്ളപ്പോൾ, ഞങ്ങളവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് നേവൽ ബേസിൻ്റെ അകത്തെ ന്യൂസും ഞങ്ങൾക്ക് കിട്ടുമല്ലോ, നമ്മുടെ വിശ്വാസികളെല്ലാത്തുള്ളതുകൊണ്ട്. മിക്കവാറും മാസത്തിലൊരിക്കലും ഒരു വെടിവെപ്പുണ്ട്. ഓടി അങ്ങോട്ട് ചെന്ന് കപ്പലിലെ ആർട്ടിലറി റൂമിൽ നിന്ന് തോക്കെടുക്കുക. അത് എല്ലാവർക്കും അത്യാവശ്യം ഉപയോഗിക്കാൻ അറിയാം. ആർട്ടിലറി സെക്ഷനിൽ തോക്ക് ഉപയോഗിക്കാൻ ട്രെയിൻഡ് ആയിരിക്കണം എന്ന് മാത്രമില്ല. അതങ്ങോട്ട് എടുക്കുക, ഓടി ചെന്ന് മേലുദ്യോഗസ്ഥനെ അങ്ങ് വെടിവെക്കുക. ഇങ്ങനെ വെടിവെക്കുന്ന സ്ഥിരമുള്ളതാണ്. പിന്നെ അതൊന്ന്. രണ്ടാമത്, മേലുദ്യോഗസ്ഥരുടെ ഈ ഭയങ്കരമായ ഡിസിപ്ലിനിങ് നിമിത്തം അവർ തോക്കെടുത്തിട്ട് അവരെ തന്നെ വെടിവെക്കുക. ഞങ്ങൾക്കറിയാവുന്ന ഒരു വിശ്വാസി സഹോദരനും അങ്ങനെ മരിച്ചു. അത് വലിയ വിഷമമായിപ്പോയി ഞങ്ങൾക്ക്. ആ ഭാര്യയും ഒക്കെ അതിൻ്റെ മുമ്പ് അവർ ഒന്നിച്ച് കുടുംബമായിട്ട് വരുമായിരുന്നു. ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ താമസിച്ചിട്ടുന്നൊരു കുടുംബം. അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞത് വലിയ ഞങ്ങൾക്കത് കേട്ടപ്പോൾ വലിയ വിഷമമാണ്. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കുടുംബം. ഇത് എന്താ കാരണം? ഈ നേവിയും ആർമിയും എയർഫോഴ്സിലെല്ലാം ഉണ്ട് ഡിസിപ്ലിനിങ്. അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തോ, തെറ്റ് ചെയ്തോ, നിൻ്റെ ഷൂ അങ്ങോട്ട് ശരിക്കും തിളങ്ങിയില്ല, തൂവാൽ വൈറ്റ് കച്ചീഫും കൊണ്ട് ഓഫീസേഴ്സ് നടക്കുന്നത്. എന്നിട്ട് ഓരോരുത്തരുടെ ഷൂവിലിട്ടിങ്ങനെ വരച്ച് നോക്കും. ക്ലീൻ ചെയ്യാൻ പറഞ്ഞ റൂമിൽ, അപ്പോഴൊക്കെ ട്രെയിനിങ്ങിലുണ്ടായ സമയത്ത് പറഞ്ഞ കാര്യമാണ്, ക്ലീൻ ചെയ്യാൻ പറഞ്ഞ റൂമിൽ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് നോക്കും. അവരോരോ താമസിക്കുന്ന റൂമിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷനുണ്ട്. എന്നിട്ട് ഡോമിട്രിയിൽ ചെന്നിട്ട് ഇങ്ങനെ വരച്ച് നോക്കും. കുഴപ്പമുണ്ടോ? എന്നാൽ നീ ഗ്രൗണ്ടിൻ്റെ ചുറ്റിനും ഒരു 50 പ്രാവശ്യം തവള ഫ്രോക്ക് ജമ്പ്, തോക്കും തലയിൽ വെച്ചോണ്ട്, ഒരു ഡമ്മി തോക്കാണ് കൊടുക്കുന്നത്, തലയിൽ വെച്ചോണ്ട്, അത് വെറുതെ തവള ചാട്ടമല്ല, ഒരു 50 പ്രാവശ്യം. ഇത് 2 വട്ടം തവള ചാടുമ്പോൾ തന്നെ മനുഷ്യൻ്റെ പപ്പയ്ക്ക് ഒരിക്കൽ കിട്ടിയ ട്രെയിനിങ്. പപ്പ ഈ കുറ്റിത്താടിയും വെച്ചോണ്ട് ശരിക്ക് ക്ലീൻ ഷേവ് ചെയ്യാൻ ചെന്നപ്പോൾ 50 പ്രാവശ്യം ഷേവ് ചെയ്യാൻ പറഞ്ഞു. 6-7 ഓരോ വട്ടവും ഷേവ് ചെയ്ത് എന്നെ വന്ന് കാണിക്കണം. അന്ന് അവർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയം, അപ്പം ട്രെയിനി ആണല്ലോ, റാങ്ക് കിട്ടിയിട്ടില്ലല്ലോ. ഈ ഓരോ വട്ടവും ഇത് ചെയ്ത് കഴിഞ്ഞ് വന്ന് കാണിക്കുമ്പോൾ ഒരു 6-7 വട്ടം കഴിഞ്ഞപ്പോൾ, ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചോര വരാൻ തുടങ്ങി. ഓഫീസർ പറഞ്ഞു എനിക്കൊന്നും അറിയണ്ട, 50 പ്രാവശ്യം. അങ്ങനെ കണ്ണി ചോര ഇല്ലാതെ കൊടുക്കുന്ന ഈ ട്രെയിനിങ്ങിലാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? പിരിയിളകുന്നത്. ന്യായപ്രമാണം ഒട്ടും മോശമല്ല കേട്ടോ. നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടില്ല. നിങ്ങൾ ആവർത്തനവും 1 ദിനവൃത്താന്തവും 2 ദിനവൃത്താന്തവും ഒക്കെ ഒന്ന് വായിക്കുമ്പോൾ, ഡ്യൂട്ടറോണോമിയൊക്കെ, ലേവി പുസ്തകമൊക്കെ ഒന്ന് വായിക്കുമ്പോഴാണ് ഇസ്രായേലിന് കൊടുത്ത നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. കൃപയുടെ കാലത്ത് ജീവിക്കുന്ന നമ്മൾ എത്ര. അല്ലെങ്കിൽ എനിക്കോ അധികം ഡിസിപ്ലിനൊന്നും ഇഷ്ടമല്ലാത്ത ആളാണ്. ഞാനൊക്കെ ചിലപ്പോൾ കൃപയിൽ നിന്നേ മാറിപ്പോയനെ, പ്രമാണത്തിൽ നിന്നേ മാറിപ്പോയനെ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ. ഇത്രയൊന്നും മനുഷ്യനെ താങ്ങാൻ പറ്റത്തില്ലെന്നേ. അങ്ങനെ ഇപ്പം പഴയ നിയമവും ന്യായപ്രമാണത്തിൽ വേറെ ഒരു സന്തോഷവുമില്ല, ഒരു സെറ്റ് ഓഫ് നിയമങ്ങൾ മാത്രം. പുതിയ നിയമത്തിൽ നമുക്കുള്ളത് എന്തുവാ? ഓരോ പകലും ദൈവത്തിൻ്റെ കൃപയും വിശ്വസ്തതയും. ഇറ്റ് ഈസ് ന്യൂ എവറി മോർണിംഗ്. ദൈവത്തിൻ്റെ നമ്മളോടുള്ള ഇടപെടൽ ഇല്ലേ, എത്ര സന്തോഷമാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. നമ്മൾ അവിശ്വസ്തരായി തീരുമ്പോഴും ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും സ്നേഹത്തിനും ഒരു ഭംഗവും വരുന്നില്ല. അപ്പോഴും സ്നേഹത്തോടുകൂടി പിന്മാറിപ്പോയ പത്രോസിനെ മകനെ എന്ന് വിളിച്ച് അവന് അപ്പോ മീനും ഒക്കെ ചുട്ട് ക്ഷീണിച്ച് വന്നല്ലേ മോനെ കഴിക്കുക, എനിക്ക് യേശുവും വേണ്ട, ഈ ഒരു പരിപാടിയും വേണ്ട എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ശിഷ്യന്മാരെ കൊണ്ട് പഴയ പണിക്ക് ഇറങ്ങിപ്പോയ പത്രോസിനെ ഇത്രയും സ്നേഹത്തോട് വിളിക്കുന്ന ഒരു പ്രമാണം. പ്രൈസ് ലോർഡ്. എല്ലായിടത്തും ഇങ്ങനെ കടിച്ചു കീറാൻ നിൽക്കുന്ന പൈശാചിക രൂപങ്ങൾ എല്ലാ മതങ്ങളിലൊക്കെ ഉള്ളപ്പോൾ ഇത്രയും സ്നേഹത്തോടുകൂടി നിൻ്റെ വാതിക്കൽ ഞാൻ വന്ന് മുട്ടുന്നു, ആരിന്ന് പകൽക്കാലം അവർ ഹൃദയം തുറന്നു തരും, ഞാൻ അവരുടെ ഉള്ളിൽ വന്ന് വസിക്കുമെന്ന് പറഞ്ഞ് ഇത്രയും സ്നേഹത്തോടുകൂടി ഇല്ല, ഇത്രയും സ്നേഹത്തോടുകൂടി നമ്മളോട് ഇടപെടുന്ന ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ നമ്മുടെ സ്വപ്ന സിസ്റ്ററിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഞാനും അച്ചാനും ഒക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസം ജഗന്നാഥ് ബ്രദർ ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് അയച്ചു തന്നു.
2 മാസം മുമ്പേ 4-ാം മാസത്തെയും 5-ാം മാസത്തെയും ഒക്കെ സ്കാനിങ്ങിൽ എത്ര വിഷമത്തോടു കൂടിയ സിസ്റ്റർ ആ കാര്യങ്ങൾ ഞാൻ നമ്മളോട് പറഞ്ഞത്. അന്നത്തെ റിപ്പോർട്ട് കണ്ടവരും കേട്ടവരും ഇവരുടെയൊക്കെ ഇളയ മോള് ഇതിൽ നഴ്സിംഗിൽ മിഡ്വൈഫറിയിൽ ഡോക്ടറേറ്റൊക്കെ എടുത്ത ആളാണ് പുള്ളിക്കാരത്തി. അപ്പോൾ അത്രയും സബ്ജക്റ്റ് അഡ്വാൻസ് ആയിട്ട് അറിയാവുന്ന ആളാണ്. പുള്ളിക്കാരത്തിയെ റിപ്പോർട്ട് കാണിച്ചു. ഇവിടെ 3 ഡോക്ടേഴ്സിനെ കാണിച്ചു. 3 പേരും പറഞ്ഞു ഹോപ്പ്ലെസ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത്രയും പ്രായമായാലും അതിൻ്റെ റിസ്ക്കൊക്കെ മീൻസ് 4-5 മാസമായ അതിൻ്റെ റിസ്ക്കൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞിനെ കളാന്നല്ലാതെ ഒറ്റ ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം സപ്ന സിസ്റ്ററിന് ഒന്നും അറിയത്തില്ല. എനിക്കറിയാവുന്ന പോലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. കുറേ വർഷമായല്ലോ നമ്മളും പഠിക്കേണ്ടതൊക്കെ വന്നിട്ട്. സംസാര ഭാഷയൊക്കെ എനിക്കുള്ളൂ. ഒരു ഹിന്ദി പുസ്തകമൊക്കെ ഞാൻ കൊടുത്തു. സിസ്റ്റർ വായിക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൽ നിന്നൊക്കെ സിസ്റ്ററും ചില സത്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ വിശ്വസിക്കുന്നു സിസ്റ്ററും ഹല്ലേലൂയ യേശു മസിഹ അല്ലെങ്കിൽ യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പേ സിസ്റ്റർ പോയി ഈ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഹൈടെക്കി സ്കാൻ ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്, എൻ്റെ ഫോണിലും ഉണ്ട്. എല്ലാം നോർമൽ, ഹാർട്ട് നോർമൽ, പൾസ് നോർമൽ, കണ്ണ്, കൈ, അവയവങ്ങളെല്ലാം ഇത് ചെയ്യുന്നു. സ്പൈൻ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ റിപ്പോർട്ടിൽ കുഴപ്പമായിട്ട് കാണിച്ചതാണ്. കുഞ്ഞിൻ്റെ സ്പൈൻ നോർമൽ. ഒരു ചെറിയൊരു കേസ് മാത്രമേ പറയുന്നുള്ളൂ അതിൻ്റെ അകത്ത്. യെസ്. പിന്നെ ആ ഹാർട്ടിൻ്റെ ഹോൾ അത് മീൻസ് അത് മാറിയെന്നാണ് പറയുന്നത്. അത് പഴയ റിപ്പോർട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹീലിംഗ്. അതിൻ്റെ കുഴപ്പം ഒരു നോർമൽ കേസാണ്. പല കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ വിളി വരുന്നുണ്ട്. അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. മറ്റേത് ഡെഡ്ലി ആയിട്ടുള്ളൊരു വിഷയത്തിൻ്റെ അകത്ത് യേശുവിൻ്റെ സ്നേഹം പ്രൈസ് ദി ലോർഡ് പ്രിയ കുടുംബത്തിൻ്റെ മേൽ റിഫ്ലക്റ്റ് ചെയ്തപ്പോൾ ഹല്ലേലൂയ, അല്ലെങ്കിൽ ആ കുടുംബം യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അറിയത്തില്ല, പക്ഷേങ്കിൽ ഒന്ന് ശ്രമിക്കുവാനും കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ ആ കുടുംബത്തിലും ദൈവം ഭാഗ്യം ചെയ്തു. ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം എത്ര ഹല്ലേലൂയ, അതിൻ്റെ ആഴങ്ങൾ ഇല്ലേ, അതൊന്നും മനസ്സിലാകേണ്ടതിൻ്റെ പകരം ഈ ന്യായപ്രമാണത്തിൻ്റെ സെറ്റ് ഓഫ് നിയമങ്ങൾ എടുത്തു വെച്ച് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് ഇവരെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ നിന്നും ശുദ്ധീകരിച്ച് പഴയ നിയമത്തിലെ ഒരു പ്രമാണം പോലൊരു പ്രമാണമാണ് നമ്മുടെ മുഹമ്മദീയർ അല്ലെങ്കിൽ മുസ്ലിംസും എടുക്കുന്ന കാര്യം. ഖുറാനും അതുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ. ഇവർ 2 പ്രമാണത്തിൻ്റെ അകത്തേയും ഒരു പ്രോബ്ലം, ഈ ചിട്ടകൾ അടിച്ചേൽപ്പിച്ച് ജനങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കെല്ലാം ഒരു സന്തോഷമില്ല. ഒരു അടിക്കുന്ന, ശിക്ഷിക്കുന്ന, കൊന്നുകളയുന്ന ഒരു ദൈവത്തെ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. ആ പ്രമാണത്തിൽ ഒരു സന്തോഷമില്ലാതിരിക്കുമ്പോൾ കൃപയോടുകൂടി ഇല്ലേ, കൃപയാൽ യേശുവിനെ അറിയുവാനും കർത്താവിൽ നിന്ന് നമ്മൾ ഓടിപ്പോയപ്പോഴും നമ്മുടെ പുറേ കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ കരുതി കർത്താവിൻ്റെ സ്നേഹം പല പ്രാവശ്യമായിട്ട് രുചിച്ചറിഞ്ഞ് നമ്മൾ പള്ളു പറഞ്ഞ സമയമുണ്ട്, കർത്താവിനെ ചീത്ത വിളിച്ച സമയങ്ങളുണ്ട്, കർത്താവിൻ്റെ എതിരെ സംസാരിച്ച സമയങ്ങളുണ്ട്. അവിടെ ഒക്കെ നമുക്ക് വേണ്ടി നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളെ വീഴ്ത്തി ഇല്ലേ, ഫ്ലാറ്റേർഡ് ബൈ ദ ലവ് ഓഫ് ജീസസ് ഇല്ലേ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഇനി ഈ സ്നേഹബന്ധം വിട്ടിട്ട് നമുക്ക് പോകുവാൻ കഴിയുമോ? ഹല്ലേലൂയ. എന്നിൽ കൂടെ അല്ലാതെ നിനക്ക് ഇനി ഒന്നും ചെയ്യുവാൻ, ആ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഇനി ഞാൻ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ഇനി ഞാൻ സംസാരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ഇതൊരാളെ അതിനുവേണ്ടി മെൻറ്റർ ചെയ്തെടുക്കണമെങ്കിൽ അത് പുതിയ നിയമപ്രമാണത്തിലേക്ക് കിട്ടത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടടുപ്പിക്കുകയും കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് നമ്മളെ ഒരുക്കുകയും വിശുദ്ധിയിൽ നമ്മളെ പണിതെടുക്കുന്ന ഹല്ലേലൂയ ഒരു ശിക്ഷിക്കുന്ന ദൈവത്തെ മാത്രമല്ല, ബലഹീനതയിൽ കൃപ പകർന്ന് പണിതെടുക്കുന്ന ഒരു ദൈവത്തെ പ്രൈസ് ലോർഡാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് ഇല്ലേ. അതുകൊണ്ട് എഫെസോസ് സഭ വളരെ ഹല്ലേലൂയ ആത്മാവിൽ ശക്തിപ്പെട്ട് നിൽക്കാൻ പറ്റൂ. അർത്തമീസ് ദേവിയുടെ ആ ശക്തിയൊക്കെ ജയിക്കേണ്ടതാണ്. 9-ാമത്തെ വാക്യം വായിച്ചു. ആ ന്യായപ്രമാണം മനസ്സിലാകേണ്ടത് പരിശുദ്ധാത്മാവിലാണ്. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ടീച്ചറായിട്ട് നമ്മളെ ആ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അകത്തെ ഓരോ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ അല്ലാതെ നമ്മൾ ന്യായപ്രമാണത്തെ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എന്തായിത്തീരും? നമ്മൾ ആകെപ്പാടെ മാറിപ്പോകും. പൗലോസിൻ്റെ ജീവിതം, ശൗലാവുണ്ടവൻ്റെ ജീവിതം, ഈ
അവിടുന്ന് ദമസ്കസിൽ നിന്ന് യേശുവിനെ ആരാധിക്കുന്നവരെ വിളിച്ചുകൊണ്ട് ചങ്ങലയിൽ കൊണ്ടുവന്ന് യെരുശലേമിൽ കൊണ്ടുവന്ന് കൊല്ലാൻ എടുത്ത പ്രമാണത്തിൻ്റെ നിയമം എവിടെ നിന്നാണ്? ന്യായപ്രമാണത്തിൽ നിന്നാണ്. ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷകരായ മഹാപുരോഹിതനാണ് പത്രം കൊടുത്തത്. ന്യായപ്രമാണത്തിൽ നിന്നാണ് ഈ പ്രമാണം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അന്ന് ന്യായപ്രമാണത്തിന് വേണ്ടി എരിവോടുകൂടി നിന്നപ്പോൾ തൻ്റെ ശുശ്രൂഷ എന്തുമായിരുന്നു? സ്തേഫാനോസിനെ കല്ലെറിയുക, അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ദമസ്കസിൽ നിന്ന് വിശ്വാസികളെ വലിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കൊല്ലുക, വെട്ടുക, കൊല്ലുക, തകർക്കുക. ഇതൊക്കെയായിരുന്നു പണ്ട് ഷൗലിൻ്റെയും ജീവിതം. പക്ഷേ ആ ന്യായപ്രമാണം തന്നെ പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ മൃഗത്തിൽ നിന്ന് അടിച്ച് താഴെയിട്ട് ഈ ന്യായപ്രമാണത്തിൻ്റെ ഉപദേഷ്ടാവും പരീശനും ശാസ്ത്രിയും ഗമാലിയലിൻ്റെ പാദപീഠത്തിലൊക്കെ ഇരുന്ന് ന്യായപ്രമാണം പഠിച്ച പൗലോസും 2 അടി കൊടുത്ത് മൃഗത്തിൽ നിന്ന് താഴെ ഇട്ടിട്ട് കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുവാണ്? നീ ഇനി എന്തിനാണ് വെറുതെ യേശുവിൻ്റെ മാർഗവും പുതിയ നിയമ ആരാധനയും, പുതിയ നിയമ ആരാധന തകർക്കാൻ അതാണ് നോക്കി. ദമസ്കോസി വിശ്വാസികൾ ആത്മാവിലും സത്യത്തിലും ഇവിടുന്ന് ചിതറിപ്പോയ വിശ്വാസികൾ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെല്ലാം ചങ്ങലയിൽ കെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് കൊല്ലാൻ നോക്കി. എന്തുകൊണ്ട്? ഈ ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച ന്യായപ്രമാണമാണ് തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. പക്ഷേ അതേ ന്യായപ്രമാണം എടുത്തുകൊണ്ടാണ് ഓരോ ലേഖനത്തിൽ പഴയ നിയമത്തിലെ ന്യായപ്രമാണം ഉദ്ധരിച്ചുകൊണ്ടാണ് പൗലോസ് പരിശുദ്ധാത്മാവിൽ കൂടി ശുശ്രൂഷിച്ചപ്പോൾ അതൊരു വ്യക്തിയെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ യോഗ്യനാക്കിക്കൊണ്ടില്ലേ. തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ അത് പറഞ്ഞാണ് യെസ്-15 12 വായിച്ചു അടുത്ത ആഴ്ച ചിന്തിക്കും. ഈ പുതിയ നിയമ ശുശ്രൂഷ ഇവിടെ പറയുന്നത് എന്തുവാന്നറിയാം? മഹത്വമുള്ള, ഹോളി ആൻഡ് ഗ്ലോറിയസ്. ഈ മഹത്വമുള്ള ശുശ്രൂഷ എന്നെ പലപ്പോഴും പൗലോസ് പറയുന്നുണ്ട്, ഇത് പഠിപ്പിക്കുവാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഈ പുതിയ നിയമത്തിൻ്റെ വക്താവായിട്ട്, ഈ പുതിയ നിയമത്തിൻ്റെ ടീച്ചറായിട്ട് എഫെസോസിൽ പറയുന്നു, അനേകർ ധർമ്മ ഉപദേഷ്ടാക്കന്മാരായി, യു ആർ ടീച്ചേഴ്സ് ഓഫ് ദ ലോ. അത് പഠിപ്പിച്ച് ജനങ്ങളെ മാറ്റുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞല്ലോ, ആത്മാവിൽ പഴയ നിയമം അനലൈസ് ചെയ്യണം, അത് പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരാളെ സ്വർഗ്ഗരാജ്യത്തിന് യോഗ്യരാക്കണം. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, പഴയ നിയമം വേണ്ടാന്നൊന്നും അല്ല ഞാൻ പഠിപ്പിക്കുന്നത്, പഴയ നിയമത്തിൽ ശുശ്രൂഷിക്കല്ലെന്നും അല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ഇത് കഴിയുമ്പോൾ നമ്മൾ യെശയ്യാവും യെരമ്യാവും എസ്കേലും പഴയ നിയമ പ്രവചന പുസ്തകങ്ങൾ ഓരോന്ന് പഠിക്കാൻ പോവാം. ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോവാം. സ്തോത്രം, ഹല്ലേലൂയ. അതെല്ലാം അവിടെയൊക്കെ നല്ല മനോഹരമായ വാക്യങ്ങളുണ്ട്. ആത്മാവിൽ പഠിപ്പിക്കുമ്പോൾ നമ്മളതിനെ ജീവൻ പ്രാപിക്കും. സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിച്ചിട്ട് ഒത്തിരി നാളായി. സങ്കീർത്തനം നമ്മൾ പഠിക്കാൻ പോവാം. അതിലൊക്കെ സങ്കീർത്തനം ഞാനിപ്പോൾ അത് ബുദ്ധിയിൽ ചിന്തിക്കുവാണെങ്കിൽ, ശത്രുവിൻ്റെ മുമ്പിൽ മേശ ഒരുക്കുന്ന ദൈവം, സങ്കീർത്തനത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന എത്ര കാര്യങ്ങളാണെന്നറിയാമോ? പുതിയ നിയമ ഉപദേശവുമായിട്ട് ചേരാൻ പറ്റാതെ അവിടെ ശത്രുവിനെ നിഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദാവീദ് എത്ര പേരെ കൊന്നു, ഈ ന്യായപ്രമാണം ഒന്ന് വർക്കൗട്ട് ചെയ്യുവാൻ എത്ര പേരെ കൊന്നു. അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞു, നിൻ്റെ കൈ ഒത്തിരി രക്തം ചൊരിഞ്ഞാണ്, നീ എനിക്ക് വേണ്ടി ഒരാളെ പണിയേണ്ടത്, നിൻ്റെ മോൻ പണിതോളൂ എന്ന് പറഞ്ഞു. എത്ര പേരെ വെട്ടിക്കൊന്നു പിടിച്ച് ജാതികളെ മുഴുവനും കൊന്നു. ഇത് ഏതിൻ്റെ വക്താവായിട്ട് താനിരുന്ന് ചെയ്തത്? ഓരോന്നും പ്രാർത്ഥിച്ചിറങ്ങി യുദ്ധത്തിന് യഹോവ തന്നെ ജയം കൊടുത്താണ് ചെയ്തത്. ഉപദേശത്തിൻ്റെ വിധി നിങ്ങളത് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൽ വേണം ഓരോ വചനവും ന്യായം. അതുകൊണ്ട് ഒരിക്കലും അതിൻ്റെ അർത്ഥമെടുത്ത് ശത്രുവിൻ്റെ മുമ്പിൽ മേശ ഒരുക്കുന്ന ദൈവം. ഇപ്പം നമ്മുടെ ശത്രു ആരാ? ജാതികളല്ല, നമ്മളേ ജാതികളാണല്ലോ. എനിക്ക് ഗോത്രം വല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഗോത്രം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. എനിക്കില്ല, നമുക്ക് ആർക്കുമില്ല ഗോത്രം പറയാൻ. നമ്മളെല്ലാവരും ആരാ? ജാതികളാണ്. സ്തോത്രം. കർത്താവ് കനിഞ്ഞതുകൊണ്ടും യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സന്തോഷത്തോടുകൂടി ദൈവ പൈതലായിട്ട് അല്ലെങ്കിൽ അബ്ബാ പിതാവ് എന്ന് വിളിച്ച് നിൽക്കുവാൻ ഉള്ള ആ ഒരു അവകാശം നമുക്ക് തന്നത്. അതുകൊണ്ട് അത് മനസ്സിലാകണം എന്ന് വ്യക്തമായി പറഞ്ഞാണ് ഈ മഹത്വമേറിയില്ലേ ഈ പഥ്യ ഉപദേശം. ഞാൻ അതിനോടൊന്ന് പ്രാധാന്യത കൊടുത്ത് നിർത്തുവാണ്. ഈ പഥ്യ ഉപദേശത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയുന്ന ധർമ്മ ഉപദേഷ്ടാക്കന്മാർ. അതുകൊണ്ട് നിങ്ങൾ ഏതിലേക്ക് തിരിച്ചു വരണം? ഈ ഉപദേശത്തിന് അതിൻ്റെ ഡിസിപ്ലിൻ ഉണ്ട്. ഈ കൃപയുടെ ആൾക്കാർ പഠിപ്പിക്കുന്ന പോലെ ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യമാക്കി ഫ്രീ ആയിട്ട് ജീവിക്കുക എന്നല്ല. പുതിയ നിയമത്തിന് അതിൻ്റെ ഡിസിപ്ലിൻ ഉണ്ട്. പക്ഷേ ഏരിയ ഓഫ് ഫോക്കസ് വേറെയാണ്. പഴയ നിയമത്തിൻ്റെ ഏരിയ ഓഫ് ഫോക്കസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്.
നമ്മൾ പുതിയ നിയമത്തിൽ കൂടി പരിശുദ്ധാത്മാവിൽ ഒരാളെ പണിതെടുക്കുമ്പോൾ അവൻ്റെ കാഴ്ചപ്പാട് നമ്മൾ ഉയരത്തിലേക്കാണ് പണിതെടുക്കുന്നത്. ഇവിടെ കഷ്ടത വന്നാലും ഇവിടെ നിന്ന് സഹിച്ചാൽ, പഴയ നിയമത്തിൽ ക്രൂശിൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ, അവിടെ നിന്നെയും ശാപവുമൊക്കെ. ഇവിടെ നമ്മൾ അനേകരെ രക്ഷിക്കണേൽ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാമോ, ഈ പ്രാർത്ഥനയിൽ മുമ്പിട്ട് നിങ്ങൾ എത്ര പേരാ ദൈവദാസന്മാർക്ക് വേണ്ടി ഞങ്ങളുടെ പഴയ ദൈവദാസൻ അല്ല ഞങ്ങളുടെ ദൈവദാസൻ, അറിയാവുന്ന ദൈവദാസൻ തെറ്റിപ്പോയെന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ എത്ര പേരാണ് നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ശുശ്രൂഷയിൽ മുൻപിൽ നിൽക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്ന, എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരാരും സൂപ്പർമാനൊന്നുമല്ല, പച്ച മനുഷ്യരാണ്. മുന്നിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറയാൻ കാരണം, ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി, ഓരോ വ്യക്തികൾ പുതിയതായിട്ട് വരുന്ന ഒരു കേസും കേസ് കെട്ടുന്നൊക്കെ തന്നെ നമുക്ക് പറയാം. എല്ലാം ഓരോ ബന്ധനത്തിലിരുന്നാണല്ലോ ഈ വരുന്നത്. ആ ബന്ധനത്തിൽ പിടിച്ചു വെച്ചിരിക്കുന്ന സാത്താനോട് പോരിടുമ്പോൾ ആ സാത്താൻ അവരെ വിട്ടുപോകും. എന്നിട്ട് നേരെ കറങ്ങി വന്ന് നമ്മുടെ എന്തെങ്കിലും വിഷയത്തിന് നാശമുണ്ടാക്കും, നഷ്ടമുണ്ടാക്കും, നമ്മുടെ സമാധാനം കെടുത്തും. അത് വന്ന് ഇവിടെ വന്ന് ബോംബ്. യേശു ഭൂതങ്ങളെ ശാസിച്ചപ്പം പോലും ചെയ്ത പരിപാടിയല്ലേ. ആ പന്നി മുഴുവനും പോയി വെള്ളത്തിലും ചാടി, ആൾക്കാരെല്ലാം കൂടി കർത്താവിനെ പിടിച്ച് കുലുക്കി പറയും, ദേശം വിട്ട് നിന്നെ ഞങ്ങൾക്ക് ഈ ദേശത്ത് വേണ്ടാന്നാണ് പറയാം. ദേശം വിട്ടു. യേശു ഭൂതത്തെ ശാസിച്ചപ്പോൾ പോലും അതാ എന്ന് വെച്ചാൽ അതിൻ്റെ പ്രമാണം അങ്ങനെ. പിശാച് അവിടുന്ന് ഇറങ്ങിപ്പോവും, വേറെ നാശം ഉണ്ടാക്കും. അപ്പോൾ ഈ നാശങ്ങൾ നമ്മുടെ വില കൊടുത്താണ്. സ്തോത്രം, ഹല്ലേലൂയ. ഓരോരുത്തരെ നേടുന്ന അവിടെ നിങ്ങളുടെ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളും വില കൊടുത്താണ് ഓരോരുത്തരെ നേടുന്നത് എന്ന് മറന്നു പോകല്ലേ. ഈ പത്യ ഉപദേശത്തിൽ നിൽക്കുവാനും കൃപയുടെ വചനം ഹല്ലേലൂയ ശുശ്രൂഷിക്കുവാനും ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ക്രിസ്തീയ മാർഗം വെറും ഒരു സെറ്റ് ഓഫ് ഡിസിപ്ലിൻ ആണെങ്കിൽ, ഞാൻ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഭയങ്കര ബോറിങ്ങാണ്. ഇത് ഭയങ്കര ബോറാണ്. പക്ഷേ ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതമായി തീരുന്ന എങ്ങനെയാണെന്നറിയാം. ഇത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ വളരുമ്പോൾ. ഈ കുടുംബം യേശുവിനെ രുചിച്ചറിയുവാൻ ഒരു കാര്യം ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തു. നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ, ഓരോ ആഴ്ചയും നമ്മൾ കർത്താവിനെ രുചിച്ചറിയുക. ഹല്ലേലൂയ. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് എൻ്റെ വിശ്വസ്തതയുടെ കൂടുതൽ കൊണ്ടൊന്നും അല്ലെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. നമുക്ക് പ്രാർത്ഥന കുറവുകളും വിശ്വസ്തത കുറവുകളും അനുസരണക്കേടുകളും അത്യാവശ്യം സ്റ്റബേൺനെസ്സും സ്വയനീതിയും കപടഭക്തിയും ഒക്കെ പലപ്പോഴും ഈ ജഡത്തിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ഉയർന്നു വരും. അപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം ഹല്ലേലൂയ, ആ മാറാത്ത സ്നേഹം ഓർത്ത് ഹല്ലേലൂയ ഇനിയും ഞാൻ ആത്മാർത്ഥതയോടുകൂടി കർത്താവിന് വേണ്ടി നിൽക്കും. നമുക്കിന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എന്നാൽ പുതിയതായിട്ട് കർത്താവിനെ രുചിച്ചറിയുന്ന കുടുംബങ്ങളെ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം. അത് കാര്യം സാധിക്കാൻ മാത്രമല്ല, രക്ഷയിലേക്ക് ആ കുടുംബങ്ങളെ നയിക്കുവാൻ ദൈവം പ്രവർത്തിക്കട്ടെ. പിതാവ് ആകർഷിക്കാതെ ആരും ദൈവസന്നിധിയിൽ വരുന്നില്ലല്ലോ. നമ്മളെ കർത്താവ് ആകർഷിച്ച പോലെ ഈ ദിവസങ്ങൾ ഈ പട്ടണത്തിൽ നിന്ന് അനേക കുടുംബങ്ങളെ കർത്താവ് ആകർഷിക്കും. ഈ പട്ടണത്തിൽ ഒത്തിരി കുടുംബങ്ങളുണ്ട് ദൈവമക്കളെ, കഷ്ടതയിൽ കൂടും, പ്രശ്നത്തിൽ കൂടും, ആരോടും പറയാൻ പറ്റാത്ത, വെളിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നിനും കുറവില്ല എന്ന് തോന്നിക്കുമെങ്കിലും ഉള്ളിൽ നീറി കണ്ണുനീരോടുകൂടി ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ പോലും ചിന്തിച്ചു പോകുന്ന ഒത്തിരി നിരാശയിൽ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അനേകരെ കർത്താവിൻ്റെ സന്ധിയിൽ കൊണ്ടുവരുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കാം. നമ്മളൊരു ഒറ്റ കാര്യം ഓർത്താൽ മതി, ആരാധനയ്ക്ക് വന്ന് ഞായറാഴ്ച ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തീരുമാനമെടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഹല്ലേലൂയ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് കർത്താവേ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം എന്നെ നിർത്തണമേ. നമ്മുടെ ഫോക്കസ് മാറ്റിക്കളയുന്ന സാത്താൻ്റെ പദ്ധതിയിൽ നിന്നെല്ലാം ഹല്ലേലൂയ അതിനെ ശാസിക്കുവാൻ ദൈവം ആത്മാവിൽ ശക്തി തരട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ആ ഫോക്കസിൽ നിന്നും ശുശ്രൂഷ ഫോക്കസിൽ നിന്നും മാറ്റുന്ന ഒരു ഭൗമിക അനുഗ്രഹമാട്ട്, ലോകത്തിലെ നന്മയാട്ട്, ലോകത്തിൻ്റെ ഉയർച്ചയോ മാനമോ ആട്ട്, സ്ഥാനമാട്ട് ഒന്നും എനിക്ക് വേണ്ട. കൃപയിൽ നിന്ന് മാറിപ്പോകുവാൻ അനുവദിക്കല്ലേ. ഹല്ലേലൂയ. കർത്താവിനെയാണ് നമ്മൾ പിൻപറ്റുന്നത്. എപ്പോഴും ശ്രദ്ധിച്ചോണം, ക്രിസ്തുവിനെയാണോ ഞാൻ പിൻപറ്റുന്നത്? ക്രിസ്തുവിനെയാണോ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ഹല്ലേലൂയ. ഞാൻ ഫോളോ ചെയ്യുന്നത് ക്രിസ്തുവിനെയാണോ? ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഉൾക്കണ്ണുകൾ പ്രകാശിക്കുവാനും ഫോക്കസ് കൊടുക്കേണ്ടതിന്, പ്രാധാന്യത കൊടുക്കേണ്ടതിന് പ്രാധാന്യത കൊടുക്കുവാൻ, കൊതുകിനെ അരിക്കുവാനല്ല, പ്രാധാന്യത കൊടുക്കേണ്ടതിന് പ്രാധാന്യത കൊടുക്കുവാൻ. ആഹവും പുറവും ഒരുപോലെ കിണ്ടി അല്ലെങ്കിൽ പാത്രം ശുദ്ധിയോടുകൂടി ആയിരിക്കാൻ സ്വർഗം നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കി തീർക്കട്ടെ, സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ.